നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി ഭാരതീയ ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ചും ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ചും ഒപ്പം ജ്യോതിഷത്തിൽ അഗാധ അറിവ് നേടിയിട്ടുള്ള പല ക്ഷേത്രങ്ങളുടെയും തന്ത്രസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഓച്ചിറയ്ക്കടുത്ത് കുണ്ഡലിനി യോഗ ആത്മീയമായിട്ട് താല്പര്യമുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഉണ്ണി മഠത്തിൽ കാരാഴിമ, അദ്ദേഹത്തെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമസ്തേ. നമസ്കാരം. ഓച്ചിറയാണ് സ്വദേശം അല്ലേ? ഓച്ചിറയാണ്. അത് മറ്റ് ജോലിയോ കാര്യങ്ങളോ ഒന്നും നോക്കാം. അത് എന്തുകൊണ്ടാണ് ആത്മീയപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇത്രയധികം വരാനും അതിനോട് പൂർണ്ണ സാധകനായിട്ട് മാറാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം ആദ്യമേ തോന്നിയത് എന്നാണ് ചോദിക്കുന്നത്. 2-3 ഭാഗമുണ്ട് അതിന്, ആ ചോദ്യത്തിൻ്റെ മറുപടിക്ക്. ഒന്ന്, നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മശിഷ്ടങ്ങളാണല്ലോ. പൂർവ്വജന്മത്തെ ധർമ്മങ്ങളും കർമ്മങ്ങളും ബാക്കി കിടക്കുന്നത് ആചരിക്കാനും കർമ്മഫലങ്ങളെ അനുഭവിക്കാനുമായിട്ടാണല്ലോ ഓരോ ജന്മവും വരുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിതിൽ കൗതുകം വന്നത് പൂർവ്വജന്മത്തിൽ അതിൽ ധാരാളമായിട്ട് ഇടപെട്ടുകൊണ്ടാകാം എന്നുള്ള ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ വൈശിഷ്ട്യം അറിഞ്ഞുകൊണ്ടും. അപ്പോൾ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്നതിൻ്റെയും അപ്പം നമ്മുടെ ചുറ്റുപാടും തന്നെ ധാരാളമായിട്ട് ഇപ്പം എത്ര ധനികനായാലും ദരിദ്രനായാലും സംസാര ജീവിതം ഒന്ന് പൊന്നും ചങ്ങലയും ഒന്ന് ഇരുമ്പും ചങ്ങലയും തന്നെയാണ്, രണ്ടും ചങ്ങല തന്നെയാണ്, പൂന്താനം പറഞ്ഞ പോലെ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് ബുദ്ധി സാമർഥ്യം എനിക്കുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും അതിലേക്ക് നമ്മൾ വന്നു ചേർന്നത്. സാധാരണ രീതിയിൽ ഈ തന്ത്രശാസ്ത്രവും അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പങ്ങളും ദേവതാ ആരാധനകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നോർമലി എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ആളുകളുണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നവർ. പക്ഷെ അതിൽ ഈ കുണ്ഡലിനി യോഗ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയോ അതിൽ കൂടുതൽ സാധന സമ്പ്രദായങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നവർ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതെന്താണ് അതിലേക്കും കൂടെ വരാനുള്ളതിൻ്റെ ഒരു കാര്യം? അത് ഇപ്പോൾ ഓരോ രീതികളാണല്ലോ, യോഗയാണെങ്കിലും തന്ത്രശാസ്ത്രമാണെങ്കിലും നമുക്കൊരുപാട് പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ തന്നെയുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട്. അപ്പോൾ ഋഷിവര്യന്മാർ പകർന്നു തന്നിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. അങ്ങനെ 100 കണക്കിന് സമ്പ്രദായങ്ങളുള്ളൊരു മേഖലയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഭാരതത്തിലുണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ തന്ത്രശാസ്ത്രവും അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇതിനെല്ലാം കണക്റ്റഡ് ആണെങ്കിൽ കൂടി കുണ്ഡലിനി യോഗ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതെന്താണ്, അതിനെക്കുറിച്ച് പറയാനുള്ളത്? തന്ത്രശാസ്ത്രം സ്ഥൂലത്തിൽ ആവിഷ്കരിക്കുന്നത്, കുണ്ഡലിനി യോഗം സൂക്ഷ്മത്തിൽ ആവിഷ്കരിക്കുന്നതിൻ്റെ ബാഹ്യ വിഷയങ്ങളാണ്. തിരിച്ചും മറിച്ചും പറയാം. കുറച്ചുകൂടെ ഉള്ളിൽ അത് പറയാം. ഉള്ളിൽ കുണ്ഡലിനി യോഗം വഴി ഒരു സാധകൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന വിഷയങ്ങളെയാണ് തന്ത്രശാസ്ത്രം ബാഹ്യമായിട്ട് ഉപാധി സഹിതം ആവിഷ്കരിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് സാധകൻ മൂലാധാരത്തിൽ നിന്നും കുണ്ഡലിനിയെ സഹസ്രാരത്തിലേക്ക് ധ്യാനിക്കുന്നതാണ് കൊടിയേറ്റെന്ന് പറയുന്നത്. ക്ഷേത്രദേഹമാകുന്ന മഹാസാധകൻ അഥവാ ആ ക്ഷേത്രദേഹമാകുന്ന മഹർഷി സ്വന്തം കുണ്ഡലിനിയെ വിശേഷ സാധനയ്ക്കായിട്ട്, കൊടിക്കൂറ കുണ്ഡലിനി പ്രതീകമാണ്, വിശേഷ സാധനയ്ക്കായിട്ട് സഹസ്രാരത്തിലേക്ക് ധ്യാനിക്കുന്ന പ്രക്രിയയാണ് കൊടിയേറ്റ്. ആ ധ്യാനത്തിന് ശേഷമുള്ള അമൃതവർഷമാണ് ആറാട്ട്. ഇത് തന്നെയാണ് സാധകൻ്റെ ഉള്ളിൽ നടക്കുന്നത്, നിത്യോത്സവമാണ്. സാധകൻ്റെ ഉള്ളിൽ നടക്കുന്നത് നിത്യോത്സവമാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുണ്ഡലിനി ദീക്ഷ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗത്തിൻ്റെ പൂർണ്ണതയാണ്. അഷ്ടാംഗയോഗം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ ഇതിലെ 4ാമത്തെ അംഗം തൊട്ടുള്ളത് ഒരു അവ്യക്തമാണ് സാമാന്യർക്ക്. സാമാന്യർ എന്ന് വെച്ചാൽ മോശമാക്കിയല്ലേ പറഞ്ഞത്, ദീക്ഷയില്ലാത്ത ആൾക്കാർക്ക് യമനിയമാസന പ്രാണായാമങ്ങൾ വരെ അത്യാവശ്യം നല്ല പോലെ ധാരണയുണ്ടാവും. പക്ഷേ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഈ 4 ഭാഗങ്ങൾ ഈ സാമാന്യനെ അവ്യക്തമോ ഊഹങ്ങളോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മിക്കപ്പോഴും ഗ്രന്ഥങ്ങൾ പോലും പലരുടെ ഉണ്ടായിട്ടുള്ളതും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തതയോടെ അല്ല. ഇപ്പം കുണ്ഡലിനി ദീക്ഷയിൽ ഇതെല്ലാം സുവ്യക്തമാകുകയാണ്. അഷ്ടാംഗ യോഗത്തിൻ്റെ പൂർണ്ണത അവിടെ ഉണ്ടാവുകയാണ്. പിന്നെ പലതരം സാധനാ സമ്പ്രദായം ഉള്ളതിൽ ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല വാസ്തവത്തിൽ. ഇതൊക്കെ ഈശ്വരഗത്യ
നമ്മളതിൻ്റെ മുമ്പിലേക്ക് ചെന്ന് പെടുകയാണ്. ഓ ശരി. അപ്പോൾ ആർഷദർശനത്തിൻ്റെ ഋഷി ദർശനത്തിൻ്റെ ഏറ്റവും വലിയ സൗകുമാര്യങ്ങളിലൊന്ന് അവനവൻ്റെ വാസനയ്ക്കും അവനവൻ്റെ ശേഷിക്കും അവനവൻ്റെ കൗതുകത്തിനും ചേരുന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഭിന്നങ്ങളായിട്ടുള്ള ധാരാളം ഉപാസനാ പദ്ധതികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെ അതെ അതെ. ഇപ്പം എല്ലാവരും കുണ്ഡലിനി ദീക്ഷ സ്വീകരിക്കണമെന്നില്ല, എല്ലാവരും താന്ത്രികരാവണമെന്നില്ല, എല്ലാവരും വൈദികരാവണമെന്നില്ല. ധാരാളം ഉപാസനാ പദ്ധതികൾ ഭിന്നമായിട്ട് ഉണ്ട്. അത് അവനവൻ്റെ പക്വതയും ബുദ്ധിശക്തിയും സാഹചര്യവും ഒക്കെ അനുസരിച്ച് സ്വീകരിക്കാനുള്ള പാകമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം. ഋഷി പരമ്പര നമുക്ക് മനുഷ്യകുലത്തിനായിട്ട് അനുഗ്രഹിച്ചു തന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇപ്പോൾ ഈ ഒരു മേഖലയിലോട്ട് വന്നു തന്നെ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം അതിൻ്റെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഈ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുനർജന്മം എല്ലാം ശാസ്ത്രീയമായിട്ട് പറയണമെന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളത് പലതും ചിലപ്പം തെളിയിക്കണമെങ്കിൽ ചിലപ്പോൾ സയൻസ് 25 കൊല്ലം മുമ്പോട്ട് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ ഈ പുനർജന്മത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകൾ നമുക്ക് എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും? ഈ ശാസ്ത്രം എന്നുള്ള പദം ഒന്നാമതൊന്ന് മനസ്സിലാക്കേണ്ട, സയൻസിൻ്റെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പദം അല്ല, മലയാളത്തിലുള്ള പദമല്ല, ഇംഗ്ലീഷല്ല, സംസ്കൃതത്തിലുള്ള പദമല്ല. സയൻസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ പദമല്ല ശാസ്ത്രം. ശാസനാത്രായതേ ഇത് ശാസ്ത്രം. ശാസനം കൊണ്ട്, ഉപദേശം കൊണ്ട് ത്രാണനം ചെയ്യുന്നത്, ഉയർത്തിക്കൊണ്ട് വരുന്നതെന്തോ അത് ശാസ്ത്രം. അപ്പം ശാസനം കൊണ്ട് ത്രാണനം ചെയ്യുന്ന ഏത് കാര്യവും ശാസ്ത്രമാണ്. സയൻസ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പം ശാസ്ത്രം എന്നുള്ള പദത്തിൻ്റെ തുല്യ ഗ്രാവിറ്റിയിലുള്ള പദമല്ല സയൻസ്, അതിൻ്റെ ഒരു അംശം മാത്രമാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു മുറി പോലെ ആണ് സയൻസ്. ശാസ്ത്രം ഒരു വീടാണെങ്കിൽ അതിൻ്റെ ഒരു മുറി മാത്രമാണ് സയൻസ്. അപ്പം ശാസ്ത്രീയം എന്ന് ഉദ്ദേശിക്കുന്നിടത്ത് സയൻസിന് സയൻസിൻ്റേതായ ക്രമമുണ്ടല്ലോ, സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റത്തിൽ തെളിയിക്കാൻ പറ്റുമെന്നല്ലേ അങ്ങയുടെ ചോദ്യം? അതെ അതെ അതെ. കാരണം അത് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ആളുകളോട് പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു നമ്മളുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ പിന്നെ ആത്മീയപരമായിട്ടുള്ള മേഖലയിലുള്ളവരോട് അല്ലാതുള്ളവർ ഇപ്പം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് സംസാരിക്കുന്നതെന്നാണ് ഒരു പക്ഷെ ചോദിച്ചേക്കാം. നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പം അവർ ചോദിക്കുന്നത് അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇന്നവർ കാണുന്ന സയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതിനൊരു മറുചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ സയൻസ് എന്നുള്ള പദ്ധതി വികസിതമായിട്ട് ഏകദേശം 100-150 വർഷത്തിൽ ഇപ്പം കാണുന്ന ആ ഒരു പാറ്റേണിൽ വികസിതമായിട്ട് പോളിഷ് ചെയ്ത് വന്നിട്ട് 100-150 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതെ അതെ. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അഥവാ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞത് അതങ്ങ് ഇൻഫിനിറ്റ് സംഖ്യയിലെ പുറമൊക്കെയാണല്ലോ, അത്ര പുറമേക്കാണല്ലോ. അപ്പം ഈ 100-150 വർഷം കൊണ്ട് ഡെവലപ്പായൊരു സംഗതിയെ വെച്ചിട്ട് ഇതെല്ലാം അളക്കാം നമുക്ക് എന്ന് ചിന്തിക്കുന്നത് തന്നെ സാമാന്യ യുക്തിക്ക് തന്നെ മൗഢ്യമാണ്. അങ്ങനെ അളക്കാൻ നിന്നാൽ അളക്കാൻ നിന്നാലെന്നല്ല, ഇത് സാമാന്യ യുക്തിക്ക് മൗഢ്യമല്ലേ അത്. അപ്പം ഈ കോടാനുകോടിയോ ലക്ഷോപലക്ഷങ്ങൾ ആയിട്ടുള്ള വർഷങ്ങളുടെ പഴക്കം അഥവാ പഴക്കം നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു വിഷയം, ആ വിഷയത്തെ ഇനി മറ്റൊരു ഭാഗമുണ്ട്. സയൻസിന് നമ്മുടെ തൊട്ട് അയൽവാസിയായ ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രൻ്റെ വിശേഷങ്ങൾ പോലും അറിയില്ലല്ലോ. വേറെ ദൂരം എങ്ങും പോകണ്ട, സ്വന്തം ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷം പോലും ഇവിടെ അറിയുന്നില്ലല്ലോ. അപ്പം പിന്നെ ഈ ഇപ്പം സമാഹൃതമായ അറിവ്, അത് മോശമെന്നല്ല പറഞ്ഞേ, ആ സമാഹൃതമായ അറിവുകൾ വളരെ പരിമിതവും തുച്ഛവുമാണ് പ്രപഞ്ചത്തിൻ്റെ സംവിധാനത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ അറിവിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് മൊത്തം യുക്തി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും അതൊരു വളരെ യുക്തിയില്ലായ്മയാണ്. അങ്ങനെ പറയേണ്ടി വരും തീർച്ചയായിട്ടും. പിന്നെ
ലളിതയുക്തികൾ മറ്റൊന്നുണ്ട്. ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് സയൻസ് വഴി തെളിയിക്കണം എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലെ കഥ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പരിമിതമായ വിജ്ഞാന സമാഹാരം വെച്ചിട്ട് വിജ്ഞാനവും കഴിഞ്ഞ് ജ്ഞാനസമാഹാരത്തിൻ്റെ ആഴത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാവും. പിന്നെ വ്യക്തിപരമായിട്ടുള്ള അതല്ല, ലളിതമായ യുക്തി പറയുകയാണെങ്കിൽ, ഈ ചോദ്യത്തിൻ്റെ ലളിത യുക്തികളിലേക്ക് പോവുകയാണെങ്കിൽ, പല സാഹചര്യത്തിൽ ഒരു ആസ്തികൻ്റെ നിലപാടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആസ്തിക്യ ബുദ്ധിയുള്ള ഒരാളിൻ്റെ നിലപാടിൽ നിന്നാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്, നിരീശ്വരൻ്റെ അല്ല. അപ്പം പല സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജനിക്കുന്നു എന്നുള്ളതിനൊരു മറുപടി വേണമല്ലോ. ചിലർ ശക്തരായി ജനിക്കുന്നു, ചിലർ ദുർബലരായി ജനിക്കുന്നു, ചിലർ ഗന്ധർവതുല്യം സുന്ദരന്മാരായിട്ട് ജനിക്കുന്നു, ചിലർ ഉഗ്രമൂർത്തികളെ പോലെ വിരൂപരായിട്ട് പോകുന്നു, ചിലർ കുബേരനെ പോലെ ധനികനാവുന്നു, അതെ ജ്യേഷ്ഠയെ പോലെ ഭിക്ഷാന്തേഹിയായി പോകുന്നു. അപ്പം അത് വിവിധ സാഹചര്യങ്ങളിൽ അത് എന്തുകൊണ്ട് ജനിക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ മറുപടി അന്വേഷിക്കുമ്പോഴും പൂർവജന്മ പുനർജന്മ സിദ്ധാന്തങ്ങളും കർമ്മസിദ്ധാന്തങ്ങളും ആശ്രയിക്കേണ്ടി വരും ഉറപ്പായിട്ടും അതിൻ്റെ മറുപടിക്കായിട്ട്. അല്ലാതെ അതിന് മറുപടിയില്ല എന്ന് തന്നെയല്ല. ഒരു ആസ്തികൻ്റെ നിലപാടിൽ നിന്ന് ഇത് ഈശ്വരൻ പരീക്ഷിക്കാനായിട്ടാണ് പല സാഹചര്യത്തിൽ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളിനെ ഈശ്വരനെ വിളിക്കാൻ പറ്റില്ലല്ലോ. വിശേഷിച്ചൊരു കാരണവും ഇല്ലാതെ ഒരാളെ സങ്കടപ്പെടുത്തുക, ഒരാളെ സന്തോഷിപ്പിക്കുക, ദരിദ്രനാക്കോ ഒരാളെ സമ്പന്ന, അങ്ങനെ അത് ക്രൂരനെന്നും പറയാൻ പാടില്ല. ക്രൂരനൊക്കെ വളരെ യോഗ്യനാക്കാൻ, അപ്പം അതിനൊക്കെ താഴ്ന്ന നിലവാരമായിപ്പോയില്ല. അങ്ങനെ ഒരാൾ ഈശ്വരനെ അല്ല. അപ്പം തീർച്ചയായിട്ടും വ്യാസനെ അംഗീകരിക്കേണ്ടിയും ആശ്രയിക്കേണ്ടിയും വരും. വൈയാസക ഈ നിരാസത്തിൽ വെച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരം അസ്തമിച്ചു പോവുകയാണ്. വ്യാസനെ അംഗീകരിക്കേണ്ടി വരും, പുനർജന്മത്തെയും പൂർവ്വജന്മത്തെയും അംഗീകരിക്കേണ്ടി വരും. പല സാഹചര്യങ്ങളിൽ ജനിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ പൂർവ്വജന്മ കർമ്മശിഷ്ടങ്ങളാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മുമ്പിലേക്ക് വരുന്നത്. അത് തന്നെ പുനർജന്മത്തിൻ്റെയും പൂർവ്വജന്മത്തിൻ്റെയും പ്രധാന തെളിവായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട്, അത് സയൻസോ അങ്ങനെയൊന്നും കൂട്ടിയല്ല പറയുന്നത്, ആത്മീയപരമായിട്ട് നമ്മൾ ഈ മേഖലയിൽ ഇത്രയും വർഷത്തെ സാധനകൾ ഉപാസന സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അത് ഈ ഒരു മിസ്റ്റിക് രീതിക്ക് പറയാതെ ജ്യോതിഷത്തെ ഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് 5ഉം 8ഉം 9ഉം ഒക്കെ ചിന്തിച്ചിട്ടാണ് പൂർവ്വജന്മത്തെ പരിശോധിക്കുന്നത്. ജാതകത്തിലെ 5ാം ഭാവം, 8ാം ഭാവം, 9ാം ഭാവം ഇതൊക്കെ ഘടിപ്പിച്ചിട്ടാണ് പൂർവ്വജന്മത്തെ ചിന്തിക്കുന്നത്. അതിനെ പൂർവ്വജന്മത്തിൻ്റെ ലഗ്നമായിട്ട് എടുക്കുമ്പോൾ ജാതകത്തിലെ 5നെയും 8നെയൊക്കെ പൂർവ്വജന്മത്തിൻ്റെ ലഗ്നമായിട്ട് എടുക്കുമ്പോൾ അയാൾ അന്ന് ആചരിക്കാൻ സാധ്യതയുള്ള ആ ഗ്രഹനില പ്രകാരം അയാളുടെ അന്നത്തെ ശീലങ്ങളും അന്ന് ആചരിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വിഷയങ്ങളുടെ തനിയാവർത്തനമായിട്ട് ഈ ജന്മത്തെ ജീവിതാനുഭവങ്ങൾ മിക്കപ്പോഴും അല്ല എല്ലായ്പ്പോഴും വരുന്നത് സ്പഷ്ടമായിട്ട് കാണാം. അപ്പോൾ അത് തന്നെ പുനർജന്മത്തിൻ്റെ ഒരു പ്രധാന തെളിവല്ലേ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, അന്നേരം അത് കുറച്ചുകൂടെ സ്പഷ്ടമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ കർക്കിടക ലഗ്നമാണ്. അപ്പോൾ ജ്യോതിഷം പരിചയമുള്ളവർക്ക് അത് കുറച്ചുകൂടെ സ്പഷ്ടത വരുമല്ലോ ആ വിഷയത്തിൽ. കർക്കിടക ലഗ്നം, അയാളുടെ 11ാം ഭാവത്തിൽ സൂര്യൻ രവി നിൽപ്പുണ്ട് ഇടവത്തിൽ. 12ാം ഭാവത്തിൽ ബുധനും ശുക്രനും വക്രം ഭവിച്ച് നിൽപ്പുണ്ട്. ബുധനും ശുക്രനും വക്രഗതിയിൽ 12ാം ഭാവത്തിൽ, അതായത് മിഥുനത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വക്രഗതിയെ സംബന്ധിക്കുന്ന പ്രധാന നിയമങ്ങളിൽ ഒന്ന്, ഏത് ഭാവത്തിലോട്ടാണോ വക്രം ഭവിക്കുന്നത് ആ ഭാവത്തിന് വിധിച്ച വിഷയങ്ങളിൽ, ആ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന് കടം കിടപ്പുണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തിൻ്റെ 11ാം ഭാവത്തിലേക്കാണ് വക്രം. 11ാം ഭാവം കൊണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരെയാണ് ചിന്തിക്കുന്നത്. അവിടെ നിൽക്കുന്നത് സൂര്യനാണ്, രവിയാണ്. രവിയെ കൊണ്ട് അച്ഛന്. അപ്പം ഇദ്ദേഹത്തിന് 4-5 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു.
അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിൻ്റെ ഒരു 20 വർഷം മുമ്പേ ഷുഗർ വർദ്ധിച്ച് കാല് മുറിക്കേണ്ടി വന്നു. ഈ 20 വർഷവും ഇദ്ദേഹമാണ് ഈ അച്ഛനെ പരിപാലിച്ചത്. ഈ 4-5 ജ്യേഷ്ഠന്മാരും ഇദ്ദേഹത്തെ ചൂഷണം ചെയ്ത് അത് ജീവിച്ചത്. കാരണം പുള്ളിക്ക് പൂർവ്വജന്മത്ത് ജ്യേഷ്ഠന്മാരോട് കടമുണ്ട്. തിരിച്ചായിരിക്കാം, പുള്ളി ജ്യേഷ്ഠന്മാരെ ചൂഷണം ചെയ്ത് ജീവിച്ച ആളായിരിക്കും. അച്ഛനെയും ചൂഷണം ചെയ്ത് കാര്യം രവിക്ക് നേരെയും 11ാം ഭാവത്തിന് നേരെയും 2 ഗ്രഹങ്ങൾ വക്രം ഭവിച്ചപ്പോൾ ആ ഭാവത്തിനും ആ ഗ്രഹത്തിനും വിധിച്ച വിഷയത്തിൽ ഇദ്ദേഹത്തിന് കടങ്ങൾ കിടപ്പുണ്ട്. അപ്പം തുല്യമായിട്ട് ഈ ജന്മത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം വന്നത് പുള്ളിയുടെ അച്ഛനെ പിന്നെ സാമാന്യേന ഒരു പുത്രൻ നോക്കണ്ടാത്ത, ചിലപ്പോൾ വരാറുണ്ട്, എന്നാലും സാമാന്യേന നോക്കണ്ടാത്ത തരത്തിൽ 20 വർഷം കാലില്ലാതിരുന്ന ആളിനെ മൊത്തം ശുശ്രൂഷിച്ച ഇദ്ദേഹമാണ്. രണ്ടാമത് ഇദ്ദേഹം വിവാഹം കഴിച്ചില്ല. അതുകൊണ്ടാണ് ജ്യേഷ്ഠന്മാർക്ക് ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യാൻ സൗകര്യം കിട്ടിയതും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൗമനസ്യത്തെ നന്നായിട്ട് ചൂഷണം ചെയ്ത് ജ്യേഷ്ഠന്മാരംഗം മുതലെടുക്കുകയും ചെയ്തു പല കാര്യത്തിനും. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ജ്യോതിഷം ഘടിപ്പിച്ച് നമുക്ക് പുനർജന്മ, ഈ പ്രത്യക്ഷ ജന്മ, പൂർവ്വജന്മ ഒരു കൃത്യമായ ലീനിയേജ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേത് മനുഷ്യൻ്റെ എടുക്കാം, അയാളുടെ ജനനസമയം കൃത്യമായാൽ മതി. തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കിയെടുക്കാം പറ്റും. അയാൾക്ക് ഏതൊക്കെ വിഷയത്തിലാണോ ആ പൂർവ്വജന്മത്തിൽ കടങ്ങൾ ബാക്കി കിടക്കുന്നത് ആ വിഷയങ്ങളിൽ അയാൾ പ്രയത്നിക്കേണ്ടി വരും. അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിഷയത്തിലേക്ക് താല്പര്യം ഉണ്ടോ ഇല്ലെന്നുള്ളത് പ്രകൃതിക്കൊരു വിഷയമല്ലല്ലോ. പ്രകൃതി അയാളെ കൊണ്ട് ആ വിഷയത്തിൽ പണി എടുപ്പിച്ചിരിക്കും. ഞാനീ പറഞ്ഞ ഉദാഹരണം പോലെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സൗമനസ്യത്തെയാണ് ജ്യേഷ്ഠന്മാർ മുതലെടുക്കുന്നത്. എന്നാലും ജ്യേഷ്ഠന്മാർ ഇദ്ദേഹത്തെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. പുള്ളി അറിഞ്ഞിട്ട് തന്നെയാണ് അത് അനുവദിക്കുന്നത്. എന്നെ ചൂഷണം ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തന്നെ അദ്ദേഹം അനുവദിക്കുന്നു. അവരുടെ കുട്ടികളോടും ഒക്കെയുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അത് അനുവദിക്കുന്നത്. ഈ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ നന്നായിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിലാണ് അനുവദിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുന്നു. അപ്പം നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ ദേവതാ ഉപാസനകളുണ്ടല്ലോ. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ ഇതിന് ആത്മീയയെക്കുറിച്ച് വലിയ അറിവുകളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ അയാൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഉപാസന സമ്പ്രദായം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയെ പ്രീതിപ്പെടുത്തിയാൽ അവരുടെ ആഗ്രഹങ്ങൾ നിത്യജീവിതത്തിൽ സാധിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? ദേവത കൊടുക്കുമോ എന്നാണ് ചോദ്യം. അത് 2-3 ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കും. കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം കൊടുക്കും എന്ന് തന്നെയാണ്. പിന്നെ ആ വിഷയത്തെ പിന്നെ ആഴത്തിൽ സ്വാധീനിക്കുന്ന 2-3 ഘടകങ്ങളും കൂടെ ചേർത്ത് വായിക്കണം അതിൻ്റെ മറുപടിയാണ്. എന്നുവെച്ചാൽ ദേവതോപാസന ഒരു ഇഷ്ടപൂർത്തി നടത്തുമെന്നാണല്ലോ ചോദ്യം. ഈ പ്രീതിപ്പെടുത്തിയാൽ പൂജകളോ നിത്യമായിട്ടുള്ള എന്തെങ്കിലും ജപകാര്യങ്ങളോ അല്ലെങ്കിൽ നിത്യക്ഷേത്ര ദർശനത്തോടുകൂടിയുള്ള പ്രാർത്ഥനയോ അവർക്കറിയാവുന്ന രീതിയിൽ സാധാരണ മനുഷ്യൻ കൂടുതൽ ആത്മീയമായിട്ട് വലിയ അറിവുകളൊന്നുമില്ല ഏതെങ്കിലും ഒരു ദേവതയെ പ്രീതിപ്പെടുത്തിയാൽ അയാളുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയോ അത് ആ ദേവതയെ പ്രീതിപ്പെടുത്തുകയോ അതാ പറഞ്ഞാൽ അതിൻ്റെ 2-3 ഘടകങ്ങൾ അതിന് ചേർത്ത് വേണം അതിൻ്റെ മറുപടി പറയാൻ. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉള്ള വിഷയത്തിൽ അയാൾ പൂർവ്വജന്മത്തിൽ പാപം പ്രവർത്തിച്ച ആളാവരുത്. അതായത് ഇപ്പം എനിക്ക് അല്ലെങ്കിൽ എക്സൈസ്ഡ് ആർക്കെങ്കിലും ഒരു നല്ല ദാമ്പത്യം വേണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാമല്ലോ. നല്ലൊരു വിവാഹം കഴിക്കണം. അതൊരു സാമാന്യനെ എല്ലാവർക്കും വരാവുന്ന താല്പര്യമാണല്ലോ. അതെ. ഇതിൽ പിന്നെ ഒരു ദേവതയെ ആശ്രയിക്കുന്നു. എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവിനെ തരണേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി. അതാണ് ഏതെങ്കിലും ഒരു ദേവത. ഇവിടെ പൂർവ്വജന്മത്ത് ഇയാൾ ദാമ്പത്യത്തിൽ ദോഷം പ്രവർത്തിച്ച ആളാവരുതെന്നുള്ള ഒന്നാമത്തെ യോഗ്യത ഇയാൾക്ക് വേണം. പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ ഇയാൾ പുരുഷനാണെങ്കിൽ പൂർവ്വജന്മത്തും പുരുഷനാണെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ച ആളാണെങ്കിൽ സ്ത്രീ മൂലം ദുഃഖിക്കാനിട വരും, ദാമ്പത്യം മൂലം ദുഃഖിക്കാനിട വരും. അപ്പം പൂർവ്വജന്മത്ത് ഈ വിഷയത്തിൽ അയാൾക്ക് മോഹമുള്ള വിഷയത്തിൽ പാപം പ്രവർത്തിച്ച ആളാവരുത്. അഥവാ പാപം പ്രവർത്തിച്ചാൽ തന്നെ അത് ലഘുവായ മാത്രയിലാണെങ്കിലും പരിഹാരം ഉണ്ടാവും. വളരെ വലിയ മാത്രയിൽ വലിയ അളവിൽ ആ ഒരു വിഷയത്തിൽ പാപം പ്രവർത്തിച്ചിട്ട്
ആ വിഷയത്തിൻ്റെ സൗഭാഗത്വത്തിനായിട്ട് ഈ ജന്മം ആഗ്രഹിച്ചാൽ നടക്കാൻ പ്രയാസമാവും. ഓ, മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പം ആ ദേവതോപാസന കൊണ്ട് ആ പാപത്തെ പരിഹരിക്കാം. പക്ഷേ അത് ദേവതോപാസന കൊണ്ട് മാത്രം പറ്റത്തില്ല. ആ വിഷയത്തിൽ സ്പെസിഫൈ ചെയ്ത് സുഹൃതം പർപ്പസ്ഫുള്ളായിട്ട് ആചരിക്കണം. എന്നുവെച്ചാൽ പൂർവ്വജന്മത്ത് ദാമ്പത്യ ദുരിതം എന്ന് വെച്ചാൽ ഭാര്യയിലെ ഭർത്താവിനെ പരസ്പരം ഉപദ്രവിക്കുന്ന ക്രമം, അല്ലെങ്കിൽ അന്യ സ്ത്രീയെ അന്യപുരുഷനെയോ ആയിട്ട് ബന്ധമുണ്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തെ അയാൾ ആ വിഷയത്തിൽ പർപ്പസ്ഫുള്ളായിട്ട് സുഹൃതം ആചരിക്കണം. ഇപ്പം ഒരു പുരുഷൻ അത് മനസ്സിലാക്കിക്കൊണ്ട്, ജാതകം നോക്കി അത് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു പുരുഷൻ ദാമ്പത്യ ക്ലേശം ഉണ്ടെങ്കിൽ അയാൾ മറ്റു പെൺകുട്ടികൾക്ക് കല്യാണത്തിന് സഹായിക്കണം. നിർധനരായിട്ടുള്ള മറ്റു പെൺകുട്ടികൾക്കേ അല്ല കല്യാണത്തിന് സഹായിക്കണം. അപ്പോൾ ആ പാപം ക്ഷയിക്കും. എന്നിട്ട് ഈശ്വരോപാസനയും കൂടെ ചെയ്താൽ ഈ പറഞ്ഞതൊക്കെ ആവും. അപ്പം ഒരു വിഷയത്തിലെ കർമ്മഭാരത്തിൻ്റെ വലിപ്പം എന്തോരം ഉണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും ദേവതോപാസന കൊണ്ട് അത് സാധിക്കുന്നതിൻ്റെ കാലദൈർഘ്യം. ഏതാഗ്രഹമാണെങ്കിലും ആ വിഷയത്തിൽ അയാൾ പൂർവ്വജന്മങ്ങളിൽ ദുരിതം പ്രവർത്തിച്ചെങ്കിൽ അത് പ്രയാസമായി. അപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ ജ്യോതിഷം വെച്ചിട്ട് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിട്ടുള്ള പാപങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാര്യം വേദത്തിൻ്റെ കണ്ണ് എന്നാണല്ലോ ജ്യോതിഷത്തെ ആചാര്യന്മാർ പറയുന്നത്. അപ്പം ഇതിൽ ഈ ജ്യോതിഷത്തിൻ്റെ വ്യാസൻ്റെ അച്ഛൻ പരാശരൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ ഇതിൻ്റെ ആചാര്യന്മാർ? അല്ല, കുറഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം അവരിപ്പം ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്ത് ധനസമ്പാദനം ചെയ്യാൻ പാകത്തിന് നിസാരന്മാരല്ലല്ലോ ഇവരാരും. ഇവരൊക്കെ ലോകത്തോട് മൊത്തമുള്ള മഹാകാരുണ്യം കൊണ്ടാണ്, മനുഷ്യരാശിയോടും സർവ്വപ്രപഞ്ചത്തോടുമുള്ള കാരുണ്യം കൊണ്ട്, അമിതമായ കാരുണ്യം കൊണ്ടാണ് ഇത്തരം ശാസ്ത്രങ്ങളെ നിർമ്മിച്ച് നമുക്കായിട്ട് തന്നത്. നമ്മൾ നേരെ ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പുനർജന്മത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും പാപദോഷങ്ങൾ ജ്യോതിഷപരമായിട്ട് കണ്ടെത്തിയതിന് ശേഷം അതിന് നമ്മൾ എന്തെങ്കിലും അത് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാപദോഷം നമുക്ക് ഈ ജന്മം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കും ഒരാൾക്ക്? തീർച്ചയായിട്ടും കഴിയും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ കൂടെയാണ് അത് പറ്റുന്നത്. വേറെ ഒരു വഴിയുമില്ല. ഇല്ല. അത് ഈ ജാതകത്തിലെ ദുരിതം ദഹിക്കാൻ ആചാര്യന്മാർ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ദേവതാ പൂജനത്തെക്കാൾ ആ ഗ്രഹത്തിൻ്റെ ഉപദ്രവിച്ച് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള മനുഷ്യരെ തന്നെ പൂജിക്കാനാണ്. അതപ്പോൾ നമുക്ക് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ പഠിച്ച് നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ, വിശിഷ്ടരായിട്ടുള്ള ബ്രാഹ്മണരെ ഒക്കെ പൂജിച്ചാലാണ് വ്യാഴത്തിൻ്റെ ദോഷം പരിഹൃതമാവുക. ഇപ്പോൾ ശുക്രനാണ് അങ്ങനെ പഠിച്ചതെങ്കിൽ മുഖ്യമായിട്ട് യുവതികളെ സഹായിക്കും. ഒരു 15 to 45 ഏജിലുള്ള. ഇപ്പോൾ ഈ വിശിഷ്ടരായിട്ടുള്ള ബ്രാഹ്മണർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പലരും അപ്പോൾ അതിൽ കാസ്റ്റിൽ ചിലപ്പോൾ പിടിക്കും. ആ കാസ്റ്റല്ല ഉദ്ദേശിച്ചത്. അത് വളരെ വേറെ ആളുകൾ പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും, അവർ മാത്രമേ ഉള്ളൂ. അല്ല, വിശിഷ്ട ബ്രാഹ്മണരെന്ന് വെച്ചാൽ ബ്രാഹ്മണധർമ്മങ്ങളെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളിനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് യജനം, യാചനം, അധ്യയനം, അധ്യവനം, ദാനം, പ്രതിഗ്രഹം, ഇതാണ് 6 ബ്രാഹ്മണധർമ്മങ്ങൾ. യജനം പൂജിക്കുക, യാചനം പൂജിപ്പിക്കുക, അധ്യയനം പഠിക്കുക, അധ്യവനം പഠിപ്പിക്കുക, ദാനം അല്ലെങ്കിൽ ദാനം അങ്ങോട്ട് കൊടുക്കുക, പ്രതിഗ്രഹം എന്ന് വെച്ചാൽ ദാനം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വീകരിക്കുക. ഇത് 6 ബ്രാഹ്മണധർമ്മങ്ങളാണ്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ ആഴത്തിലും പരപ്പിലും ചെയ്യുന്ന ആളിനെയാണ് വിശിഷ്ട ബ്രാഹ്മണർ എന്ന് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചത്. അതൊരു കാസ്റ്റ് എന്നുള്ള രീതിയിലല്ല. അത് വിശിഷ്ട ബ്രാഹ്മണർ എന്ന് എടുത്ത് പറയാൻ കാര്യവും ജാതി മാത്രം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ തന്നെയാണ്. മനസ്സിലായി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ശുക്രനാണ് പഴിച്ചതെങ്കിൽ യുവതികളെ സഹായിക്കുക.
ബുദ്ധിമുട്ടുന്ന യുവതികളെ സഹായിക്കുക. അപ്പൊ അങ്ങനെ ബുധനാണ് പിഴവ് അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജാതകം നോക്കി അറിയാം. അല്ല ശുക്രനാണ് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പോൾ ഒരാളുടെ നമ്മളൊരു ജാതകം നോക്കി, അപ്പോൾ ശുക്രനിലാണ് പിഴവ് നമുക്ക് മനസ്സിലായത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശുക്രനിൽ പിഴവ് സംഭവിച്ച ഒരാൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സ്ത്രീകളെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഓ, ശുക്രന് വരികയാണെങ്കിൽ സ്ത്രീയായിട്ട് അപ്പോൾ കണക്റ്റഡ് ആണ്. അതെ, സ്ത്രീ വിഷയത്തിലാണ് പാപം ആചരിച്ചത്. ഇപ്പം വ്യാഴമാണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ ബ്രാഹ്മണ ശാപാദി വിഷയങ്ങളാണ് പുള്ളി സമ്പാദിച്ചത്. അങ്ങനെയോ 9 ഗ്രഹത്തിൻ്റെയും കാരകത്വത്തിലെ മനുഷ്യരുണ്ട്, വിവിധ ഗ്രൂപ്പുകളുണ്ട്. അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ അതെ, ആ ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യരെ തന്നെ സേവിക്കലാണ് ആചാര്യന്മാർ എഴുതി വെച്ചേക്കുന്ന കാര്യം. അപ്പം അത് ചെയ്യാമെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജന്മത്തിലുണ്ടായ പാപം ഈ ജന്മം കൊണ്ട് തീർക്കാവുന്നിടത്തോളം തീർക്കാം എന്നാണ്. പൂർണ്ണമായിട്ടും തീർക്കാം. അതുപോലെ നമ്മൾ സമർപ്പിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. സമർപ്പണ ഭാവം അല്ല, അതുപോലെ ഇപ്പം ഇരുമ്പ് വിഴുങ്ങി ചിഞ്ചിനീര് കുടിച്ചാൽ പറ്റില്ലല്ലോ. അപ്പം ഇരുമ്പ് വിഴുങ്ങിയാൽ അത് ദഹിക്കാൻ പാകത്തിന് എന്തെങ്കിലും തന്നെ കഴിക്കേണ്ടി വരും, അതിന് ഇഞ്ചിനീര് പോരാ. അപ്പം കർമ്മഭാരം എന്താ ആഴത്തിലും പരപ്പിലും ഉണ്ടോ തുല്യമായ വിഷയത്തിൽ തുല്യമായ അളവിൽ സുഹൃതം ആചരിക്കണം. അപ്പം അത് പൂർണ്ണമായിട്ട് നള്ളിഫൈഡ് ആവും, അതിനകത്തൊരു സംശയമില്ല. ചെയ്യാൻ സാധിക്കും 100%. ഈ ആത്മാവിനെ കുറിച്ച് ഈ പുനർജന്മം പോലെ തന്നെ ആത്മാവുമായിട്ടും ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങയുടെ ഒരു അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്തോളം ആത്മാവിന് സൂക്ഷ്മമായിട്ടുള്ള മറ്റേതെങ്കിലും അവസ്ഥയുണ്ടോ? സൂക്ഷ്മമാണ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള ഈ നമ്മൾക്ക് ഇപ്പോൾ ആത്മാവെന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് വെളിച്ചം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജിയാണ്. അങ്ങനെ അല്ല, അതിനിപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ഗീതയിൽ തന്നെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ടല്ലോ ആത്മസ്വരൂപം എങ്ങനെയാണെന്നുള്ളത്. അതായത് പിന്നെ എന്താ പറയുന്നത്, നൈനം ചിന്തന്തി ശസ്ത്രാണി, അതായത് അസ്ത്രം കൊണ്ട് മുറിവേൽപ്പിക്കാനോ കാറ്റ് കൊണ്ട് ശോഷിപ്പിക്കാനോ തീ കൊണ്ട് ദഹിപ്പിക്കാനോ ജലം കൊണ്ട് നനയ്ക്കാനോ ഒന്നും പറ്റാത്ത പഞ്ചഭൂത അതീതമായ ശുദ്ധചൈതന്യം ആണ് ആത്മാവ്. അത് പരമാനന്ദ സ്വരൂപവുമാണ്. അതാണ് ആത്മസ്വരൂപം. അത് ഈശ്വരനുള്ള എല്ലാ ശക്തിയും ആത്മാവിനുമുണ്ട്. കർമ്മബദ്ധമായി നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ആ ഈശ്വരീയമായിട്ടുള്ള പ്രഭാവങ്ങളെ ദേഹബദ്ധമായിട്ടിരിക്കുമ്പം പ്രകടിപ്പിക്കാൻ സാമാന്യ മനുഷ്യരിൽ പറ്റാത്തത്. ശരി, മുക്തപുരുഷന്മാർ അത് ചെയ്യാറുണ്ടല്ലോ ഈശ്വര തുല്യമായിട്ട്. മുക്തന്മാരെ ഈശ്വര തുല്യമായിട്ട് അതിനെ പെരുമാറാറുണ്ടല്ലോ. അത് കാരണം ഇതാണ്, അവർ കർമ്മബദ്ധതയെ കുറച്ച് ജീവൻ മുക്തി നേടിയതുകൊണ്ടാണ് അവർക്ക് ഈശ്വര തുല്യമായിട്ട് തന്നെ പെരുമാറാൻ പറ്റുന്നത്. ഈശ്വരൻ്റെ അംശം തന്നെയാണ് ആത്മാവ്, അംശം തന്നെയാണ്, ഈശ്വരനല്ലാതെ മറ്റൊന്നല്ല എന്ന് സ്പഷ്ടമായിട്ട് വളരെ വ്യക്തമായിട്ട് ധാരാളമായിട്ട് ഋഷീശ്വരന്മാർ പറയുന്നില്ല. ഒരു ഗ്രന്ഥത്തിലോ ഒരിടത്തും അല്ലല്ലോ, എമ്പാടും പറയുന്നുണ്ടല്ലോ. ഈ 4 മഹാവാക്യങ്ങളിൽ ഒന്ന് തന്നെ അഹം ബ്രഹ്മാസ്മി എന്നല്ലേ, ഞാൻ ബ്രഹ്മമാവുന്നു എന്നല്ലേ, ഞാൻ ഈശ്വരനാകുന്നു എന്നുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും തന്നെ പവറുള്ള ഈശ്വരൻ്റെ അംശം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഒരു തീക്കുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച ഒരു കനൽ പോലെയാണ് ഒരാത്മാവ്. ഏതിൻ്റെ ആത്മാവ്? മനുഷ്യൻ്റെ മാത്രമല്ല, അത് ഇനി വൈറസ് തൊട്ട്, വൈറസിനേക്കാൾ ചെറിയൊരു ജീവി ഉണ്ടെങ്കിൽ അത് തൊട്ട്, അണോരണീയാൻ മഹിയാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ടുള്ള എന്താണോ അതും അതിനകത്തും ഏറ്റവും ചെറുതായിട്ടുള്ളതിനുള്ളിലും ഒരേ ചൈതന്യമാണ്, ഒറ്റ ചൈതന്യം തന്നെയാണ്. ആ ഈശ്വരാംശം ബോഡി നമ്മളുടെ സാധാരണ മനുഷ്യ ശരീരം കർമ്മബന്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിന് ലിമിറ്റേഷൻസ് വരുന്നത്. ശരി. അപ്പോൾ ജീവൻ മുക്തി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കായിട്ട് മനസ്സിലാവാൻ വേണ്ടി എന്താ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ജീവൻ മുക്തി എന്ന് വെച്ചാൽ അവസ്ഥ ഈ കർമ്മഭാരങ്ങളെ ഈ വേദാതിരി മഹർഷി വളരെ ലളിതമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. മാൻ മൈനസ് ഹിസ് ഇംപ്രിൻസ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് പ്ലസ് ഹിസ് ഇംപ്രിൻസ് ഈസ് മാൻ. പുണ്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഇംപ്രിൻസോട് കൂടിയ ഈശ്വരൻ്റെ പേരാണ് മനുഷ്യൻ. പുണ്യപാപങ്ങളുടെ ഇംപ്രിൻസ് ഇല്ലാത്ത മനുഷ്യൻ്റെ പേരാണ് ഈശ്വരൻ. പുണ്യപാപങ്ങളുടെ ബദ്ധതയില്ലാത്ത മനുഷ്യൻ്റെ പേരാണ് ഈശ്വരൻ. മാൻ മൈനസ് ഹിസ് ഇംപ്രിൻസ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് പ്ലസ് ഹിസ് ഇംപ്രിൻസ് ഈസ് മാൻ. വളരെ ലളിതം. ആ അവസ്ഥയാണോ ജീവൻ മുക്തി? അതെ അതെ അതെ. ജീവൻ മുക്തി എന്ന് പറയുന്നത് ഈ ഇംപ്രിൻസിനെ പരമാവധി, അത് പുണ്യത്തിൻ്റെ ഇല്ല പാപത്തിൻ്റെ പുണ്യത്തിൻ്റെ ഇല്ല പാപത്തിൻ്റെ ഇല്ല, അതിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോയി. അതെ, ഉയർച്ച സംഭവിച്ചു. അതെ.
അത് പുണ്യത്തിൻ്റെ ഇമ്പറൻസ് ഇരുന്നാലും സുഖമുള്ള ജന്മങ്ങൾ എടുക്കണം. പുണ്യത്തിൻ്റെ ഇമ്പറൻസ് ഇരുന്നാലും ബദ്ധത വരും. സൗഖ്യം കൂടിയ മറ്റ് സൗഭാഗ്യങ്ങൾ ധാരാളമായിട്ടുള്ള ജന്മങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. അപ്പോഴും അതിന് ബദ്ധതയുണ്ടല്ലോ. അപ്പോൾ ജീവൻ മുക്തി അവസ്ഥയിലുള്ള ഒരു മനുഷ്യരായിട്ട് ഭൂമിയിലുണ്ടോ? അല്ലെങ്കിൽ അല്ല, ജീവൻ മുക്തർ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക തന്നെ മുക്താവസ്ഥയെ പ്രാപിച്ചവരുടെ പേരാണ് ജീവൻ മുക്തർ. ആ അവസ്ഥയിലുള്ളവർ നമ്മുടെ ഋഷിമാരെല്ലാം തന്നെ ഇതിന് ഉദാഹരണങ്ങളാണല്ലോ. ആധുനിക കാലത്തെ ആയാലും പഴയ കാലത്തെ ആയാലും. ഭാരതീയ ആത്മീയതയും ഓഷോയും ഭാരതീയ ആത്മീയതയും തമ്മിൽ ഒരു വിപരീത ദിശയിലാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ ഒരിക്കലുമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഒന്ന് ഓഷോയുടെ പുസ്തകങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഇത്തരം ഒരു സംശയം വരുന്നത്. അതെ അതെ. ഓഷോയെ സംബന്ധിക്കുന്ന 2-3 കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഓഷോ പല ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടികൾ, ആളുകൾ പലരും ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടികളാണ് പല പുസ്തകങ്ങളായിരിക്കുന്നത്. അദ്ദേഹം പുസ്തകം എഴുതിയിട്ടില്ല. ഇത് ഈ ചോദിച്ച ആളിൻ്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പാകത്തിന് ലഘൂകരിച്ചോ മഹത്വവൽക്കരിച്ചോ ഉള്ള ഉത്തരങ്ങളാണിതെല്ലാം. ഇത് പലരുടെ സ്റ്റാൻഡേർഡിനേക്കുള്ള ഉത്തരങ്ങളാണ്. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിഭവം അല്ലിത്. ഒന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരാൾ കഴിക്കുമോ? ഒരാൾ കഴിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം, ഇദ്ദേഹം ശുദ്ധ അദ്വൈതത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് സംസാരിച്ചതിന് ലോകവ്യവഹാരത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് സമീപിച്ചാൽ അത് വളരെ കോംപ്ലിക്കേഷൻസ് വരുത്തും. അപ്പം പുള്ളി ഉദ്ദേശിച്ചതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഭാഗങ്ങളായിരിക്കും ഗ്രഹിക്കുന്നത്. അപ്പം അല്ലാതെ ഓഷോയും ഭാരതീയ ആധ്യാത്മികതയും വിരുദ്ധ ദശയിലേ അല്ല സഞ്ചരിച്ചത്. പുള്ളി പിന്നെ ഒരു ഭൈരവതന്ത്രത്തിൻ്റെ കുറച്ച് സ്വാധീനം അദ്ദേഹത്തിന് കൂടുതലായിരുന്നു. നമ്മളുടെ ഈ ഭൈരവതന്ത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ബാക്കിയുള്ള സമ്പ്രദായത്തിനേക്കാൾ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ലളിതമായിട്ടൊന്ന് പറയാം. ഭൈരവതാന്ത്രികന്മാർ അത് വീരസാധകരാണ്. ഈ അഘോരികൾ കേട്ടിട്ടില്ലേ? അതുപോലെ മറ്റൊരു തരം വീരസാധനയാണ് ഭൈരവതന്ത്രം. അപ്പം ഭൈരവതാന്ത്രികന്മാർക്ക് ഉപാസനയിൽ രതി അതിൻ്റെ അംശമായിട്ട് വരും. അത് ആ തന്ത്രശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ. സാമാന്യേന എൻ്റെ അറിവിൽ അവിടെയുള്ളൂ. അറിയാതെ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഭൈരവതന്ത്രത്തിലാണ് സാമാന്യേന ഉള്ളത്. അപ്പം അത് വീരസാധനയാണ്. സാമാന്യക്കാർക്ക് ആചരിക്കാവുന്ന ഒരു ഭാഗം അല്ലത്. അതും കൂടെ ഓർത്തോണ്ടോ. സാധാരണ മനുഷ്യന് അത് പശുസാധനയാണ്. സാമാന്യ മനുഷ്യരുടെ ഒരു കപ്പാസിറ്റിക്കകത്ത് നിൽക്കുന്ന സാധനങ്ങളുടെ പേരാണ് പശുസാധനകൾ. ഇത് പൂർവ്വജന്മങ്ങളിൽ മഹാസാധനങ്ങൾ വഴി ഈ മുക്തിയുടെ തൊട്ടടുത്ത് എത്തി മരിച്ചവർക്ക് വീണ്ടും ജനിക്കുമ്പം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് വീരസാധന. അപ്പോൾ ആ വീരസാധനയുടെ ഭാഗങ്ങളാണ് ഭൈരവ തന്ത്രം. അതിൽ സാധനയിൽ ഒരു ഘട്ടത്തിൽ വെച്ച് രതി വരുന്നുണ്ട്. അതായത് ഭൈരവ സാധന തുടങ്ങി, ഭൈരവനും ഭൈരവിയും വേണം, സ്ത്രീയും പുരുഷനും വേണം. ഭൈരവ സാധന തുടങ്ങി മുമ്പോട്ട് നീങ്ങി തപസ്സും ജപവും ധ്യാനവും പൂജയും എല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പം ഭൈരവനും ഭൈരവിയും തമ്മിൽ രതി ആചരിക്കാൻ ഗുരു കൽപ്പിക്കും. അവരുടെ ആ സമ്പ്രദായത്തിലെ ഗുരു അതിൻ്റെ രതിമൂർച്ചയിൽ നിന്ന് നേരെ ഇവർ സമാധിയിലേക്കാണ് ലയിക്കുന്നത്. രതിമൂർച്ച എന്നുള്ളതും സമാധിയുടെ ഒരു കുഞ്ഞ് വേർഷനാണ്. ശിവശക്തി ഐക്യത്തിൻ്റെ ഒരു കുഞ്ഞ് രൂപമാണ് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്ന രതിമൂർച്ച, ഓർഗാസവും. ഈ ഓർഗാസത്തെ അവർ വർദ്ധിപ്പിച്ച്, ഓർഗാസത്തിൻ്റെ ലെവലിനെ വർദ്ധിപ്പിച്ച് നിർവികൽപ്പ സമാധിയിലേക്ക് നേരിട്ട് ലയിക്കുന്ന ഒരു ഷോർട്ട് കട്ട് എടുക്കലാണ് ഭൈരവതന്ത്രത്തിൽ പലപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പൂർണ്ണ സമാധി. അതെ അതെ അതെ, മരണമല്ല ഉദ്ദേശിച്ചത്, ആനന്ദമായിട്ട്. അതെ അതെ അതെ. അപ്പം അതാണ് അത് ഭൈരവ താന്ത്രികന്മാർ പറയുക. ഇത് ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഈ രതിയുടെ ആവശ്യമില്ല. ഭൈരവതന്ത്രത്തിൽ അതിനിടയ്ക്ക് വരുന്ന ഒരു സ്റ്റെപ്പാണ് അത്. ആദ്യമല്ല അവസാനമല്ല, അതിൻ്റെ ഒരു മധ്യഭാഗത്ത് വരുന്ന ഒരു ഘട്ടമാണ്. ഇതാണ് മറ്റു പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഈ ഭൈരവ തന്ത്രം ഇദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു. ഓഷോയ്ക്ക് അതൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ടാണ്. അല്ല, അതിൻ്റെ മറ്റു ഭാഗങ്ങളുണ്ടല്ല. അപ്പോൾ ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ട് പക്ഷേ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഷോർട്ട് കട്ടും അല്ല. അത് പുള്ളിയുടെ ഒരു വലിയ വർക്കുണ്ടല്ലോ, വിജ്ഞാന ഭൈരവം. അപ്പം ആ ഒരു സ്വാധീനത്തിൽ പുള്ളി സംസാരിച്ച വിഷയങ്ങളെ സ്വതന്ത്ര രതിക്കുള്ള ലൈസൻസായിട്ട് പലരും എടുക്കുന്നു, പലരും ധരിച്ചു.
അതാണ് അത് പുള്ളിയുടെ കുറ്റമല്ല, അതാണ് അത്രയധികം പുള്ളിക്ക് വിമർശനം കേൾക്കാൻ വിമർശനങ്ങൾക്ക് ഇടയായത്. അപ്പം കാര്യം അതായത് സാധാരണക്കാരന് വിചാരിക്കും ആരുമായിട്ട് വേണമെങ്കിൽ കരുതിപ്പോയി എന്ന് ഓഷോ പറഞ്ഞു എന്ന് ധരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹത്തെ വെറുക്കുകയും ചെയ്യുന്നു അല്ലേ? അല്ല, ഇതിപ്പോൾ ഈ അങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മുടെ വാസനകൾക്ക് അനുഗുണമാകുന്നതുകൊണ്ട് സ്വീകരിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ളത്. അതെ. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ അത് അങ്ങനെ പറ്റിയതാണ്. ഈ വിജ്ഞാന ഭൈരവ തന്ത്രത്തിൻ്റെ ശക്തമായ സ്വാധീനം ഓഷോയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് വിഷയത്തിലും സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ഇപ്പം താന്ത്രികന്മാർ എന്ത് കാര്യം പറയുമ്പോഴും ഉദാഹരണങ്ങൾ വരുന്ന തന്ത്ര വിഷയത്തിൽ നിന്നായിരിക്കും. അതെ 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 അതെ. അപ്പം നമ്മുടെ ഒരു സുഹൃത്തുക്കൾക്കിടയിൽ എക്സാമ്പിൾ പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കിടയിൽ എന്തോ ഒരു തർക്കം ഉണ്ടായപ്പോൾ പ്രമാണം പ്രാണനിലയം എന്ന് മറുപടി പറഞ്ഞു. എന്ന് വെച്ചാൽ പ്രാണനിലയം ശരീരമാണല്ലോ. അപ്പം ഞാൻ പറയുന്നതിന് ശക്തിയാണ് പ്രമാണം, ഇനി നീ പറഞ്ഞാൽ തല്ലുകൊള്ളും എന്ന് സരസമായിട്ട് പറഞ്ഞതാണ്. ഇത് വിഷ്ണു സഹസ്രത്തിൽ വരിക. പക്ഷെ സാധാരണ കേൾക്കുന്നതൊക്കെ മനസ്സിലാവും. അല്ല, ഇത് അവർ തമ്മിൽ മനസ്സിലാവും, അല്ല സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അല്ലെ, അവർ ഇദ്ദേഹം ഇത് ഈ തല്ലുകൊള്ളും എന്ന് പറഞ്ഞ ഭാഗം പ്രമാണം പ്രാണനിലയം എന്ന് വിഷ്ണു സഹസ്രത്തെ ഉദ്ധരിച്ചാ പറഞ്ഞ. തമാശയായിട്ട് ഇനി നിനക്ക് തല്ലു വാങ്ങിക്കും എന്നാ പറയുന്നത് എന്ന് പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞാണ്. പ്രമാണം പ്രാണനിലയം, പ്രമാണം ഇനി എൻ്റെ പ്രമാണനിലയമാണ്, എന്നാൽ എൻ്റെ ശരീരമാണ് ഇനി പ്രമാണം. അദ്ദേഹം താന്ത്രികനായോണ്ട് അതാണ് ധരിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും നമുക്ക് കൗതുകമുള്ള വിഷയത്തിൽ ഉദാഹരണങ്ങളും ഉദ്ധരണികളും ഒക്കെ ഉണ്ടാവുമല്ലോ സംഭാഷണത്തിൽ. അതെ അതെ അതെ. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പിടിക്കും. അതെ അതെ. അപ്പോൾ ഇത് ശരിയായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഗ്രഹിക്കാൻ പറ്റാത്തവർ അല്ല, അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ളത് ഇതിനാ. സാധാരണക്കാർക്ക് മൊത്തം പറയുന്നത് ഈ രതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓഷോ അല്ലല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും സ്വതന്ത്ര രതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും ഇമ്മോറാലിറ്റിയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അദ്വൈതത്തിൻ്റെ തലത്തിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പോൾ ആ തലത്തിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റാത്തവർ അത് വായിക്കരുതെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇത് ഈ പലപ്പോഴും ഗ്രന്ഥങ്ങൾക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ടല്ലോ, ഓരോ സ്റ്റാൻഡേർഡ് എത്തിയിട്ട് വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട്. അതിനു മുമ്പ് അത് വായിച്ചാൽ അത് വെറും അക്ഷരക്കൂട്ടമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ടോ തെറ്റിദ്ധരിക്കും. കറക്റ്റ് സമയത്ത് അത് വായിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അതെ, ഈ യതീശ്വരാനന്ദ സ്വാമിയുടെ ഈ ശ്രീരാമകൃഷ്ണ മിഷനിലെ ഒരു സ്വാമിയാണ് യതീശ്വരാനന്ദ സ്വാമി. അതിൻ്റെ അധ്യക്ഷനായിട്ട് നേരത്തെ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അധ്യാത്മജീവിതം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഈ പറഞ്ഞതിലൊരു ഉദാഹരണം അതാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു സാധന തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് ശേഷം വായിക്കണം. ആ തുടക്കക്കാരൻ അത് വായിച്ചാൽ വെറുതെ സ്വാമി ഇങ്ങനെ ഉപദേശിക്കുന്നു, വെറുതെ കുറച്ച് കുട്ടിക്കഥകൾ പറഞ്ഞ്, കുട്ടിക്കഥ ഇതിനകത്തില്ല കാര്യങ്ങളാണ്, എന്നാലും വെറുതെ കുറച്ച് വാക്യങ്ങളായിട്ടേ തോന്നുള്ളൂ. പക്ഷേ 10 വർഷത്തിന് ശേഷം ഒരാൾ സാധന തുടങ്ങിയിട്ട് 10 വർഷത്തിന് ശേഷം യതീശ്വരാനന്ദ സ്വാമിയുടെ അധ്യാത്മജീവിതം വായിച്ചാൽ അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചു തൊഴും ആ പുസ്തകത്തെ. ഈ രതിയെക്കുറിച്ചൊക്കെ ഈ ഓഷോ പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള ഇതിനോട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നും അവരുടേതായിട്ടുള്ള രീതികൾ ചെറിയ ചെറിയ സാധന ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം. പല സ്ഥലങ്ങളിൽ വരുന്നവരും ആശ്രമങ്ങൾ വിസിറ്റ് ചെയ്യുന്നവരും ഒക്കെ അവർക്കുണ്ടാകുന്ന ചെറിയ സംശയങ്ങളാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള സാധനാ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ കാര്യങ്ങളോ ഒക്കെ വീട്ടിൽ ജീവിതത്തിൽ തുടർന്ന് പോകുന്ന ചെറുപ്പക്കാർ ഈ സമ്പ്രദായത്തിൽ നമ്മളുടെ ഈ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാങ്കല്പികവും ആരാധന സമ്പ്രദായങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ സെക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് സ്വയംഭോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് തെറ്റായിട്ടാണോ പറയുന്നത്, അതോ നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൊന്നും പോകാൻ പാടില്ല, കൃത്യമായിട്ടുള്ള കാര്യത്തിലാണോ പോകേണ്ടത്? കാരണം ഇത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നൊരു സംശയമാണ്. ഇത് ചിലർക്ക് തെറ്റാണെന്ന് തോന്നും, ചെയ്യാൻ പാടില്ല എന്ന് തോന്നും, ഇതിങ്ങനെ ചെയ്യരുതെന്ന് തോന്നും. അപ്പോൾ ചെറുപ്പക്കാരായതുകൊണ്ട് അവർക്ക് പല സംശയങ്ങളാണ്, ചെറുപ്പമല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇതിനോട് താല്പര്യമുണ്ട് താനും, ഭക്തനുമായിരിക്കാം. പക്ഷെ ചെറുപ്പക്കാരൻ്റെ ആയിട്ടുള്ള അവൻ്റെ ശരീരത്തിൽ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് അപ്പോൾ പലർക്ക് സംശയങ്ങൾ. അല്ല, അത് വാസ്തവത്തിൽ അതൊരു നല്ല ചോദ്യമാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. കാരണം ഇതിനുമ്പം ചോദിച്ചൊക്കെ മോശമെന്നല്ല. അപ്പോൾ അതായത് ഭാരതീയ ആധ്യാത്മികതയിൽ ജീവിതത്തെ നിഷേധിച്ചിട്ടില്ല.
നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം ഗൃഹസ്ഥരല്ലേ? അതെ അതെ. ദുർവാസാമിനെ പോലുള്ള 1-2 പേരൊഴിച്ച് ബാക്കി മൊത്തം ഗൃഹസ്ഥരാണ്. ഭാര്യയും മക്കളും ഉള്ളവർ തന്നെയാണ്. അപ്പം രതി ധാർമ്മികമായിട്ട് ആചരിക്കുന്നതിന് വിശേഷിച്ചൊരു വിരോധവും ഇല്ല. ഒരു ആധ്യാത്മികതയെ ഒരു ഭാഗത്തും പറഞ്ഞിട്ട് പറയുന്നില്ല ഗുരുക്കന്മാർ. ഇത് പരസ്ത്രീയോടുള്ള രതി തെറ്റ് തന്നെയാണ്. അതിന് ഫിസിക്കലി അതിൻ്റെ കോൺസിക്വൻസസ് വേറെ ഉണ്ടല്ലോ. മറ്റൊരാളുടെ ഭാര്യയായിട്ട് ബന്ധം വന്നാൽ ആ ഫാമിലി ഈ ഫാമിലിയും തകരുകയല്ലേ? അതെ അതെ അതെ. അത് സ്വാഭാവികമായിട്ടും അത് അപ്പം അത് പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ആധ്യാത്മികതയിൽ മാത്രമല്ല ഭൗതികതയിലും തകരാറുണ്ടാക്കും. അതെ അതെ. പരസ്പര ബന്ധം മാത്രമല്ല ഞാൻ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അതെ അതെ. അപ്പോൾ ഈ ശരീരമാകുമ്പോൾ ആരോഗ്യപൂർണ്ണമാണെങ്കിൽ എല്ലാത്തരം ഹോർമോൺസും ഉണ്ടാവും, എല്ലാത്തരം ടെംപ്റ്റേഷനും ഉണ്ടാവും. അതിനെ ധാർമ്മികമായിട്ട് പൂർത്തീകരിക്കുന്നതിന് ഈശ്വരീയത ഒരു തടസ്സമേ അല്ല. ധാർമ്മികമായിരിക്കണം എന്ന് മാത്രം. മറ്റുള്ള രീതിയിൽ തെറ്റുകളായിട്ട് അല്ല, നമുക്ക് അധികാരമില്ലാത്ത സ്ഥാനങ്ങളിലാവരുത് എന്ന് മാത്രം. വ്രതങ്ങളൊക്കെ എടുക്കുമ്പം രതിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് നിഷ്കർഷിക്കാറുണ്ടല്ലോ. അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു കാരണമുണ്ട്. ഒന്ന്, നന്നായിട്ട് ഊർജ്ജനഷ്ടം വരുത്തുന്ന ഒരു പ്രക്രിയയാണല്ലോ ഫിസിക്കൽ കോണ്ടാക്റ്റ്. തന്നെയല്ല, ബോധമനസ്സും ഉപബോധ മനസ്സും ശക്തമായിട്ട് അതിൽ ലയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടാണ്. അപ്പം നമ്മൾ വേറൊരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കുമ്പം ഈ വിഷയത്തിലേക്ക് ഇത്തരം ആഴത്തിലുള്ള ലയം വരുന്നത് അതിൻ്റെ ആഴം കുറയ്ക്കും. അപ്പം അതിപ്പം ഈശ്വരീയ കാര്യത്തിന് മാത്രമല്ല, ഏത് കാര്യത്തിനായാലും ഇപ്പം നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം തന്നെയല്ല, ഇത് അമിതരതി ദേഹത്തിന് നന്നായിട്ട് ക്ഷീണമാണല്ലോ. അമിതരതി എന്ന് പറയുന്നത് ദേഹത്തിന് ധാരാളം ധാതുനഷ്ടം വരുത്തുന്ന പ്രക്രിയയാണ്. എന്നാൽ ഈ ഓർഗാസം എന്ന് പറയുന്ന അവസ്ഥയിൽ ധാരാളം ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസിന് അത്യാവശ്യമാണ്. അപ്പം ഇത് തീർത്തും നിഷേധിച്ചാലും ദോഷം, ഒരുപാട് അധികമായാലും ദോഷം. ഒക്കേൻ്റെ ഒരു മീഡിയം ലെവലാണ് എന്ത് കാര്യത്തിനും നല്ലത്. ഈശ്വരനും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഈ വിഷയമായിട്ട്. ധാർമ്മികമാവണം എന്ത് കാര്യമായാലും. അതിപ്പോൾ രതി മാത്രമല്ല, പൈസ ഉണ്ടാക്കുന്നതായാലും ധാർമ്മികമാവണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഭക്തനായിട്ടൊരാൾ രതിയുടെ കാര്യം മാത്രമല്ല, അയാൾ ധനം സമ്പാദിക്കുന്ന മാർഗവും തീർത്തും ധാർമ്മികമാവണം. അത് സ്വാഭാവികമാണ്. അതേ സ്വാഭാവികത ഇതിലും വരുന്നു. അതെ, പണ്ടൊരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പം ധാർമ്മികമായിട്ട് ഉള്ള പൈസയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അബ്ദുൽ കലാമിൻ്റെ ഈ പൈസ കൊടുത്താൽ അത് നാട് നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതേ പണം ഇല്ലാതെ തന്നെ അല്ലേ കൊടുക്കുന്നതിന് ലോകം കുട്ടിച്ചോറാക്കി അങ്ങനെ ഇത് സാധാരണ രീതിയിൽ ആൾക്കാർക്ക് സംശയം വരുന്നൊരു കാര്യമാണ്. ഇപ്പം ശരീരശുദ്ധി, പഞ്ചശുദ്ധികളാണല്ലോ നമ്മളുടെ ഇതിൽ പറയുന്നത്, ആരാധനകളിൽ നമ്മൾ പറയുന്നത് ശരീരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി ഒക്കെയാണ്, മനഃശുദ്ധിയൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഒരാൾ ഒരു സെക്സിലോ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൽ റിലേഷൻഷിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ അതിൽ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം എത്ര ടൈം കഴിഞ്ഞാലാണ് എന്തെങ്കിലും നിയമവ്യവസ്ഥിതികളോ കഴിഞ്ഞാലാണ് പിന്നെ അവർക്ക് പൂജയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം അങ്ങനെ എന്തെങ്കിലും? ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ബാക്കി ഇപ്പോൾ ഓർമ്മ വന്നു, അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. സന്യാസിമാർ ഇങ്ങനെ സെലിബസി കീപ്പ് ചെയ്യുന്നത് ശരി, അതിന് വേറൊരു ഭാഗം കൂടെ ഉണ്ട്. കാര്യം, അഷ്ടാംഗയോഗത്തിൻ്റെ ആചരണത്തിൻ്റെ ആഴത്തിൽ ഈ വിശേഷിച്ച് രതിയോ ഓർഗാസത്തിൻ്റെ അവസ്ഥയോ കൂടാതെ ഹാപ്പി ഹോർമോൺസ് സ്വയം ശക്തമായി പ്രൊഡക്ഷൻ നടക്കുന്ന ശക്തമായ ആനന്ദാവസ്ഥ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായിട്ടോ ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ ഇവർക്ക് രതിയുടെ ആവശ്യമില്ല. ആ ഘട്ടത്തിലേക്ക് വളർന്നവരാണ് രതിയെ നിഷേധിക്കേണ്ടത്. അങ്ങനെ കൂടെ ഉണ്ട്. നിഷേധിക്കണം എന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ശരീരവും മനസ്സും എല്ലാം പൂർണ്ണ തൃപ്തമാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് രതിയെ നിഷേധിക്കുകയല്ല, വേണ്ടാന്ന് വെക്കേണ്ടത്. അങ്ങനെ അല്ലാതുള്ളവർ വേണ്ടാന്ന് വെക്കുമ്പോഴാണ് സന്യാസം തോന്നിയാസാവുന്നത്. കാര്യം സെലിബസി കീപ്പ് ചെയ്ത് സെലിബേറ്റായിട്ടിരിക്കാൻ തക്ക യോഗ്യത ഉള്ളവനെ പോകാവുന്ന ശക്തമായ നിയമസംഹിതയുണ്ട്.
സംഹിതയിൽ പറയുന്നു, നമ്മുടെ ആധ്യാത്മിക നിയമങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ബ്രഹ്മചാരി അത്യാശ്രമിയാവണമെങ്കിൽ, അത്യാശ്രമി എന്ന് വെച്ചാൽ ബ്രഹ്മചര്യത്തിനെ നേരിട്ട് സന്യാസത്തിലേക്ക്, ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്ന 2 ആശ്രമങ്ങളെ അതിക്രമിക്കുന്നതിനെയാണ് അത്യാശ്രമി എന്ന് പറയുന്നത്. ബ്രഹ്മചാരി അത്യാശ്രമിക്കണമെങ്കിൽ കൃത്യമായ ശക്തനായിരിക്കണം, യോഗ്യനായിരിക്കണം എന്ന് കൃത്യമായിട്ട് അല്ലാതുള്ളവർ സാമാന്യമായിട്ട് 3 ആശ്രമത്തിൽ കൂടെ കടന്നു പോയിട്ട് സന്യസിക്കണം. ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞിട്ട് എല്ലാവരും സന്യസിക്കണം. അത് ക്രമസന്യാസം. ക്രമസന്യാസം എല്ലാവർക്കും ആകാം. വാർദ്ധക്യമാകുമ്പോൾ ഇതിൻ്റെ ഒന്നും പ്രസക്തിയൊന്നും ഇല്ലല്ലോ. ക്രമസന്യാസം എല്ലാവർക്കും ആകാം. പക്ഷേ ബ്രഹ്മചാരി അത്യാശ്രമയാവണമെങ്കിൽ പരമയോഗ്യൻ മാത്രമേ അതിന് പുറപ്പെടാവൂന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല, പൂജ എന്ന് പറയുന്നത് പിന്നെ ക്ഷേത്രത്തിലെ അകത്തെ പൂജയോ പ്രതിഷ്ഠാ ക്രിയകളൊക്കെ ആണെങ്കിൽ വളരെ സങ്കീർണവും സൂക്ഷ്മത കൂടിയതുമായ വിഷയങ്ങളാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരല്പം അകലം വരുന്നതാണ് സാമാന്യേന നല്ലത്. അത് തന്ത്രിമാരെയോ പൂജകനെയോ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ സാധാരണ ഒരാൾ അമ്പലത്തിൽ പോകുന്നതിന് അത് അയാൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആയിരുന്നു, അത് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായേക്കപ്പാ, കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഇത്ര മണിക്കൂറൊന്നുമില്ല. വീണ്ടും നമ്മൾ ആ മൂടിയിൽ നിന്ന് തിരിച്ചു അയാളുടെ ബോഡിയും ഡ്രസ്സും ശുദ്ധമാകുക എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ അതിലുള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സൊക്കെ ആയിക്കോളും. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഓരോ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുമ്പോഴും ഓരോ തരത്തിൽ നമ്മുടെ മൈൻഡ് മാറുമല്ലോ. അതെ അതെ. അപ്പോൾ അല്ലല്ലോ, മുണ്ടെടുക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൽ പോകാനായിട്ട് അതിൻ്റേതായ ഒരു ഡ്രസ് കോഡിലും അതിൻ്റെ തയ്യാറെടുപ്പിലും അയാൾ പടി കടക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സ് അതിനായിട്ട് സന്നദ്ധമായി കഴിയും. അപ്പോൾ അതുകൊണ്ട് സാധാരണയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും സാധാരണ രീതിയിലുള്ള വളരെ സംശയമാണത്. മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ യക്ഷി, ഗന്ധർവൻ, ഇതൊക്കെ നമ്മളുടെ ഭാവനാ സൃഷ്ടികളാണോ അതോ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ആത്മീയ തലത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എൻ്റെ അനുഭവം പോട്ടെ, എന്തിനാ നിസ്സാരനായിട്ടുള്ള എൻ്റെ അനുഭവം പറയുന്നത്. മഹർഷിമാർ എന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതായത് പിന്നെ ഈ ദേവതകളെ മഹാവിദ്യകളെന്നും ഉപവിദ്യകളെന്നും തന്ത്രശാസ്ത്രത്തിൽ തിരിച്ചിട്ടുണ്ട്. മഹാവിദ്യകളെന്ന് പറയുന്നത് മോക്ഷം നൽകാൻ ശേഷിയുള്ള സ്വയം നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരിക്കുന്ന ദേവതകളെയാണ് മഹാവിദ്യ എന്ന് പറയുന്നത്. മഹാവിദ്യ. എന്നാൽ മോക്ഷം നൽകാൻ ശേഷിയില്ലാത്ത അതിൻ്റെ താഴ്ന്ന നിലവാരങ്ങളിൽ വരെ മാത്രം ആനന്ദം എത്തി നിൽക്കുന്നവരുടെ പേരാണ് ഉപവിദ്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ പല ഘട്ടങ്ങളെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമാവും. അതായത് ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിൻ്റെ മൊത്തം അധിപതിയായിട്ട് ഒരാളിരിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾക്ക് ശത്രുക്കളോ രോഗങ്ങളോ യാതൊന്നുമില്ല. നിത്യയൗവനത്തോടുകൂടി സർവസമർത്ഥിയുടെ മധ്യത്ത് ഭൂചക്രവർത്തിയായിട്ട് ഇരിക്കുന്നു. ഒരു പീഡയില്ലാതെ ഒരാളിരിക്കുന്നു. ആ ആളിൽ അനുഭവിക്കുന്ന സ്വാസ്ഥ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരാണ് ഒരു മനുഷ്യാനന്ദം. അങ്ങനെ ഒരാളുണ്ടാവാൻ പ്രയാസമാണ്, അത് വേറെ ഭാവം. ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ പേരാണ് ഒരു മനുഷ്യാനന്ദം. ഇങ്ങനെ 100 മനുഷ്യാനന്ദം ചേരുന്നതാണ് ഒരു ഗന്ധർവാനന്ദം. അങ്ങനെ 100 ഗന്ധർവാനന്ദം ചേരുന്നതാണ് ഒരു ദേവാനന്ദം. അങ്ങനെ 100 ദേവാനന്ദം ചേരുന്നതാണ് ഒരു ഇന്ദ്രാനന്ദം. അങ്ങനെ 100 ഇന്ദ്രാനന്ദം ചേരുന്നതാണ് ഒരു പ്രജാപത്യാനന്ദം. അതിൻ്റെ 100 മടങ്ങിൻ്റെ 100 മടങ്ങാണ് ബ്രഹ്മാനന്ദം. അത്രയും പോകണം. അപ്പം ഇവർ എത്തി നിൽക്കുന്ന ആനന്ദാവസ്ഥയുടെ ഹൈറ്റ്സ് അനുസരിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഉപവിദ്യയും മഹാവിദ്യയൊക്കെ. അപ്പം ബ്രഹ്മാനന്ദത്തിൽ വിലയിച്ചിരിക്കുന്ന ദേവതകളുടെ പേരാണ് മഹാവിദ്യകൾ. ഗണപതി, ശിവൻ, വിഷ്ണു, അവരൊക്കെ മഹാവിദ്യകളാണ്. പക്ഷേ അതേസമയം ബ്രഹ്മാനന്ദത്തിലേക്ക് സാധകനെ നയിക്കാൻ പാകമല്ലാത്ത വിധം ആനന്ദാവസ്ഥ അല്പം താഴ്ന്ന ദേവതകളാണ് ഉപവിദ്യകൾ. ഇതിൽ പെടുന്നവരാണ് യക്ഷിയും ഗന്ധർവനും ഒക്കെ. ഇവരെല്ലാം ആക്ച്വലി സൂക്ഷ്മലോകത്ത് ഉള്ളത് തന്നെയാണെന്ന് കൃത്യമായിട്ട് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്ന കൊണ്ട് തന്നെ അതിൽ അവിശ്വസിക്കേണ്ട ഭാഗമില്ല. ഇവരെങ്ങനെ ഉപവിദ്യയായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും എത്തണമെങ്കിൽ അത്രയും കടന്നെത്തിയാലേ അവിടെ എത്തും. അതെ. ഈ ഗന്ധർവ ജന്മങ്ങളും യക്ഷി ജന്മങ്ങളും എല്ലാം ഏതെങ്കിലും സമയത്ത് പൂർണ്ണതയെ പ്രാപിക്കുകയും ചെയ്യും. ഇവരെല്ലാം കൂടുതൽ പേരും മനുഷ്യനായിട്ട് ജനിച്ചിട്ടാണ്
ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നതും. അങ്ങനെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ദേവതകൾ നമ്മൾ തിരിച്ച് യക്ഷിയും ഗന്ധർവനൊക്കെ ആവാൻ കൊതിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വരാനാണ് നിൽക്കുന്നത്. കാര്യം മനുഷ്യജന്മം അത്ര വിശിഷ്ടമാണ്. മഹാസാധനകളും മഹാതപസ്സുകളും പൂർത്തിയാക്കി ബ്രഹ്മാനന്ദത്തിലേക്ക് കുതിക്കാൻ ആണ് അവർ നിൽക്കുന്നത്. അതിന് ഏറ്റവും സാധ്യതയുള്ള, ഏറ്റവും ലളിതമായിട്ട് സാധ്യതയുള്ള, ഏറ്റവും മനോഹരമായിട്ട് സാധ്യതയുള്ള ജന്മമാണ് മനുഷ്യജന്മം. അപ്പം ഈ ഉപവിദ്യ ഇപ്പോൾ പറഞ്ഞല്ലോ, ഉപവിദ്യക്ക് ഉള്ള അതിലാണ് യക്ഷിയും ഗന്ധർവനൊക്കെ പെടുന്നത്. ഇപ്പം നമ്മൾ അതല്ലാതെ ഇപ്പം ഈ ശ്രീവിദ്യ ഉപാസനയെ പറ്റി ഇപ്പം പലയിടത്തും നമ്മൾ വായിച്ചറിയുകയും അങ്ങനെ ഒരു സമ്പ്രദായം അത് ഫോളോ ചെയ്യുന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. സാധാരണ ഒരു മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് ശ്രീവിദ്യ ഉപാസനയായിട്ട് മാറാൻ പറ്റുമോ? അതിനെന്തെങ്കിലും നിയമവ്യവസ്ഥിതികളുണ്ടോ? അതിന് ചെയ്യുന്നതിൻ്റെ രണ്ട് പക്ഷമാണ് ആചാര്യന്മാർക്കുള്ളത്. മനുഷ്യ സാമാന്യമായിട്ട് എല്ലാവർക്കും ദീക്ഷിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. വിശേഷിച്ച് ഈ കോഷ്ഠചിന്തന വേണ്ട, അതായത് യോഗ്യത പരിശോധന വേണ്ട, എല്ലാവർക്കും ഉപദേശിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളുടെ ഗണത്തിൽ ശ്രീവിദ്യയെ പെടുത്തിയിട്ടുള്ള ആചാര്യന്മാരുമുണ്ട്. അങ്ങനെയല്ല, സാമാന്യേന ഉള്ള ജാതക പരിശോധന പിന്നെ പ്രാപ്തനാണോ എന്ന്, അല്ല ശ്രീവിദ്യയായിട്ടാണോ അയാൾക്ക് പൂർവ്വജന്മ ബന്ധം എന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം പൂർവ്വജന്മത്തിൽ നരസിംഹസ്വാമി ഉപാസിച്ചിട്ട് വന്നിട്ടൊക്കെ ശ്രീവിദ്യ ആശ്രയിക്കേണ്ട കാര്യമില്ല. അയാൾ നരസിംഹത്തിൻ്റെ റൂട്ടിൽ കൂടെ മുമ്പോട്ട് പോയാൽ പെട്ടെന്ന് മുക്തനാവും. അപ്പോൾ ഈ ശ്രീവിദ്യ സമ്പ്രദായത്തെക്കുറിച്ച് അത് എന്താണ്, നമുക്ക് സാധാരണ ആളുകൾക്ക് ഉപാസിക്കാൻ പറ്റുന്നൊരു സമ്പ്രദായമാണോ അത്? അത് ആ വിഷയത്തിൽ ആചാര്യന്മാർക്ക് രണ്ട് പക്ഷമാണ്. ഒന്ന്, എല്ലാവർക്കും ആകാം എന്നാണ് കുറച്ച് ആചാര്യന്മാരുടെ പദ്ധതി. മറ്റത് സാമാന്യേന എല്ലാ ദേവതോപാസനയുടെയും ബന്ധം, പൂർവ്വജന്മ ബന്ധം, സാധകൻ്റെ സത്വരജസ് തമോ ഗുണബന്ധങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചിട്ട് അയാളുടെ ഗുണത്തിന് അനുഗുണമായ ദേവതയെ തന്നെ നിശ്ചയിക്കണം എന്ന് കാർക്കശ്യത്തോടുകൂടി പറയുന്ന ആചാര്യന്മാരുണ്ട്. ഇതിൽ അവനവൻ്റെ ആചാര്യൻ ഏതിൽ പെടുവോ അത് വഴി വയ്ക്കുക. ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമില്ലാന്നുള്ളവരും കുഴപ്പമുണ്ടെന്നുള്ളവരും ഉണ്ട്. ഏതാണോ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആചാര്യൻ്റെ പക്ഷം ഏതാണോ ആ പക്ഷത്തിൽ പോവാം. പിന്നെ നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആത്മാവ് എന്തെങ്കിലും മറ്റ് സൂക്ഷ്മ അവസ്ഥയിലോട്ട് മാറുമോ? എന്തെങ്കിലും ഇതിലേക്ക് മാറും? അല്ല, അത് മരണശേഷം സാധകന്മാരുടെ ഭാവിയെക്കുറിച്ച് പറയുന്നത് 2-3 ഭാഗങ്ങളായിട്ടാണ്. അതായത് മുക്തിയെ തന്നെ ഇങ്ങനെ ക്രമമുക്തി, സാരൂപ്യമുക്തി, സാലോക്യമുക്തി, സായുജ്യമുക്തി എന്നൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ക്രമമുക്തി എന്നുള്ളതിന് 2-3 അർത്ഥമുണ്ട്. ഒന്ന്, വരുന്ന ജന്മങ്ങളിൽ കൂടി ജനിച്ച ശേഷം മുക്തി അടയുക. 1-2 ജന്മങ്ങളും കൂടെ ജനിച്ച് തപസ് അനുഷ്ഠിച്ച ശേഷം മുക്തി അടയുക. അപ്പോൾ അത് സാമാന്യേന മുക്തനാകാൻ പാകത്തിന് കർമ്മക്ഷയവും പക്വതയും വർദ്ധിക്കാതെ അതിന് മുമ്പ് മരിച്ചു പോയാൽ അവിടം തൊട്ട് തുടങ്ങിയാൽ മതി അടുത്ത ജന്മം. പക്ഷേ മനുഷ്യനായിട്ട് ജനിച്ച് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മുമ്പോട്ട് നീങ്ങണം. അതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ അതേ ഉപാസനയുള്ള മറ്റൊരു സാധകനിലേക്ക് ആവേശിച്ചിട്ട് ആ ഉപാസനയെ പൂർത്തീകരിച്ചിട്ട് പോവാം. അപ്പം അങ്ങേക്ക് ജന്മം എടുക്കണ്ട. ഒരാളൊരു നല്ല ഉപാസനയായിട്ട് തുടരുന്നു, അതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയി, അയാളുടെ ആത്മാവ് വേറൊരു അത്രയും തന്നെ ഉപാസന സമ്പ്രദായ ശക്തിയോടുകൂടി അതല്ല, അതേ ഉപാസകൻ. അങ്ങ് ഇപ്പം നാരായണ ഉപാസകനാണ്. അങ്ങ് സാധന പൂർത്തിയാകാതെ വൈകുണ്ഠപ്രാപ്തനാകാതെ മരിച്ചു എന്നിരിക്കട്ടെ, മറ്റൊരു നാരായണോപാസകനിലേക്ക് ആവേശിക്കാം. ഉയർന്ന നിലവാരമാണെങ്കിൽ അങ്ങേക്ക് മരിക്കുമ്പം ആ സാധകനും അതുപോലെ സാത്വികനാണെങ്കിൽ അയാളിലേക്ക് ആവേശിച്ചിട്ട് അങ്ങയുടെ സാധനയെ പൂർണ്ണമാക്കി അങ്ങേക്ക് പോവാം. അയാളുടെ സാധനയ്ക്ക് വളരെ പ്രൊമോഷൻ ഉണ്ടാവും. ഈ ആവേശിക്കപ്പെടുന്ന ആളിൻ്റെ സാധനയ്ക്കും വളരെ വലിയ പ്രൊമോഷൻ ഉണ്ടാവും. അയാൾ പൂർത്തിയായില്ലെങ്കിലും പൂർത്തിയാവുന്നതിന് തൊട്ടടുത്ത് വരെ അയാൾ സ്വയം പ്രയത്നിച്ചാൽ എത്തുന്നതിൻ്റെ വളരെ ദൂരം മുമ്പിലേക്ക് വരും. മറ്റേ ആവേശിച്ച ആളുടെ പൂർത്തീകരണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അംബീഷൻ ഉള്ള ഒരാൾക്ക് അത് ഫുൾഫിൽ ചെയ്യാതെ അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ
ഈ പറഞ്ഞതുപോലെ വേറെ ശരീരത്തിലേക്ക് സാധ്യമല്ല. അതല്ല, അത് അദ്ദേഹത്തിന് ആ ജന്മം എടുത്ത് ആ ആംബിഷൻ സാധിക്കാനുള്ള സുഹൃതവും കൂടെ സമ്പാദിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ ആംബിഷൻ സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും വിശേഷിച്ചൊരു സ്പെഷ്യൽ അംബിഷൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ഏതിനോടെങ്കിലും ആഗ്രഹം വരുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ? ആഗ്രഹം സ്വാഭാവികമായിട്ട് വരികയല്ലേ. ഇതെല്ലാം പൂർവ്വജന്മത്തെ താല്പര്യങ്ങളാണ്, പൂർവ്വജന്മത്തെ ഓർമ്മകളാണ്. അതാ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൗതുകങ്ങളെല്ലാം അത് തന്നെയാണ്. ശരി, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും. അല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചിട്ട് പുറപ്പെടുന്നതല്ലോ. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം പുറപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് പുറപ്പെടുന്നതല്ലോ. സഹജമായിട്ട് അങ്ങ് പുറപ്പെട്ട് നമ്മൾ ആഗ്രഹത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ ഇത് വേണം എന്നും പറഞ്ഞു അല്ലല്ല, ആദ്യമേ അത് അകത്തുണ്ടാകുക. നമ്മൾ ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ ആഗ്രഹത്തിന്റെ പിന്നാലെ ആഗ്രഹം നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയോ ചെയ്യുന്നത്. അതെല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഏത് കാര്യത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് അംബിഷൻസിൻ്റെ ഒരു സമാഹാരമാണ് മനുഷ്യജന്മം. ഒരു സാധനം മാത്രമേ മുന്നേ ഈ പറഞ്ഞ അവസ്ഥയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു ഓപ്ഷനും ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, അയാൾ പിന്നെയും ഉയർന്ന അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അയാൾ ഉപാസിച്ച ദേവതയുടെ പുരത്തിൽ ചെന്നിരുന്ന് ദേവതാ താതാത്മ്യത്തോടു കൂടിയോ ഒരു സ്വന്തം രൂപത്തിലോ ഇരുന്ന് അവിടെ ഇരുന്ന് തപസ് പൂർത്തിയാക്കി മുക്തനാകുകയും ചെയ്യാം. അങ്ങയുടെ ചോദ്യം ലളിതാ ത്രിപുരസുന്ദരിയുടെ ചോദ്യം ചോദിച്ചല്ലോ. ഉപാസിച്ച ആള് ചിന്താമണി ഗ്രഹത്തിൽ ചെന്നിരുന്നിട്ട് തപസ് പൂർത്തിയാക്കാം. കുറേ കൂടി ഉന്നതനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ശ്രീവിദ്യ രൂപത്തിൽ തന്നെ അവിടെ ഇരുന്ന് തപസ് പൂർത്തിയാക്കാം. മഹാത്രിപുരസുന്ദരിയുടെ രൂപത്തിൽ തന്നെ അവിടെ ഇരുന്ന് തപസ് പൂർത്തിയാക്കാം. സാരൂപ്യം, സാലോക്യം എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൽ തന്നെ പറ്റുള്ളൂ. സ്വന്തം രൂപത്തിൽ തന്നെ ആയിരിക്കും അവിടെ ഇരുന്ന് തപസ് ചെയ്യുക. കുറേ കൂടി ഉന്നതനാണെങ്കിൽ സാരൂപ്യം, ആ ദേവതയുടെ രൂപത്തിൽ തന്നെ ഇരുന്ന് തപസ് പൂർത്തിയാക്കി പൂർണ്ണതയെ പ്രാപിക്കാം. അപ്പോൾ നമ്മുടെ ഈ ദേവതകളെല്ലാം സൂക്ഷ്മ തലത്തിലുണ്ട്. 100% ഉണ്ട്. അതിനാണ് ഋഷീശ്വരന്മാർ അവർ ദർശിച്ചതാണ് ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അതിനൊരു സംശയവും. അത് നമുക്ക് എങ്ങനെ, അത് സാധാരണ രീതിയിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സാധാരണ ആൾക്കാരോട് പറയാൻ നമുക്ക് എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക? സാധാരണ ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവാറില്ലേ? അപ്പോൾ അവിടെ ആരോ ഉണ്ടായിട്ടാണല്ലോ. അങ്ങനെ നമുക്ക് അതാണ് അതിൻ്റെ ലളിതയുക്തി അതാണ്. ഇതിപ്പം നമ്മുടെ സങ്കടം പറയുമ്പോൾ നമുക്കതിൻ്റെ റിപ്ലൈ ഏതെങ്കിലുമൊക്കെ തരത്തി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആരോ അത് കേൾക്കാനുണ്ടായിട്ടാണല്ലോ ആ റിപ്ലൈ വരുന്നത്. ആരും കേൾക്കാനില്ലെങ്കിൽ അത് റിപ്ലൈയും വരത്തില്ലല്ലോ. ഒരു യഥാർത്ഥ യോഗി എന്ന് പറഞ്ഞാൽ ആരാണ്? പിന്നെ ഒരു യോഗിക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ? പ്രകൃതിയെ നിയന്ത്രിക്കാനായിട്ട് വാസ്തവത്തിൽ അധികാരമൊന്നുമില്ല. യോഗിയുടെ ഹിതമനുസരിച്ച് പ്രകൃതിക്ക് വാത്സല്യപൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഇടപെടാൻ ചിലപ്പോൾ ചിന്ത വന്നേക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രകൃതിയെ ഇങ്ങനെ മതി എന്ന് കൽപ്പിച്ച് നിയന്ത്രിക്കാൻ യോഗിക്ക് അധികാരമൊന്നുമില്ല. കാര്യം ഈ യോഗീശ്വരനെ പോലുള്ള അനവധി യോഗീശ്വരന്മാരെ സൃഷ്ടിച്ചവളാണ് മഹാപ്രകൃതി. അപ്പം അതുകൊണ്ട് അത് യഥാർത്ഥ യോഗി എന്ന് പറഞ്ഞാൽ അത് പിന്നെ മുക്തൻ, ജീവൻ മുക്തൻ തന്നെ. അതെ. അദ്ദേഹത്തിന് പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. പുള്ളിയുടെ താല്പര്യപ്രകാരം പ്രകൃതി പെരുമാറിയെന്നിരിക്കും. അത് പ്രകൃതിയുടെ വാത്സല്യമാണ്, വിധേയത്വമല്ല, അല്ലെങ്കിൽ താഴ്ന്ന നിലയല്ല. പ്രകൃതിയെ ജയിക്കുക എന്ന് പറയുന്നത് വാസനകളെ ജയിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിശ്വപ്രകൃതിയുടെ മേളെ ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മതി എന്ന് കൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാം മായയാണെങ്കിൽ കർമ്മം അപ്പം ആപേക്ഷിക്കുമല്ലേ? അപ്പോൾ പിന്നെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ? അതെങ്ങനെ? അല്ല, വിവേകബുദ്ധി നമുക്കുണ്ടല്ലോ. മഹാമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഒപ്പം തന്നെ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകവും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വിവേകത്തെയും കൂടെ ഉപേക്ഷിപ്പം മൃഗജന്മങ്ങളിൽ ആ വിവേകമില്ല. ഈ മൃഗങ്ങൾക്കും പുനർജന്മമുണ്ട്. നമ്മൾ ഈ മൃഗങ്ങളായിട്ടല്ല ഇരുന്നിട്ടായി മനുഷ്യനാവുന്നത്. നമ്മൾ സിംഹമായിട്ട് ഗർജിച്ചിട്ടുണ്ട്, നായായിട്ട് കുരച്ചിട്ടുണ്ട്, പശുവായിട്ട് കരഞ്ഞിട്ടുണ്ട്. മനുഷ്യജന്മമായിട്ട് മാത്രമല്ല പുനർജന്മം എടുക്കുന്നത്. 84 ലക്ഷം യോനി കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം എടുക്കുന്നത്. അതായത് വൈറസ് തൊട്ട് ഇങ്ങനെ നീലത്തിമിംഗലം വരെയോ അതിന് മേളിലോട്ട് വലിയ ജീവികൾ വേറെ ഉണ്ടെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കേമന്മാർ അവിടെ ഉണ്ടാവാം.
നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ. മനസ്സിലായി. അപ്പോൾ എന്തൊക്കെ ജന്മങ്ങളുണ്ട് അതൊക്കെ അതിന് ശേഷമാണ് മനുഷ്യജന്മം വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ എല്ലാം സ്മൃതികൾ ചിത്തത്തിൽ കിടപ്പുണ്ട്, ഓരോ മൃഗമായിട്ടിരുന്നതിൻ്റെ ഓ ശരി. ചിത്തത്തിൽ. അത് മനസ്സെന്നാണോ? അത് മനസ്സിൻ്റെ ഒരംശമാണ് ചിത്തം. മനസ്സിനെ നാലായിട്ട് തിരിക്കും. മനസ്സിനെ നാലായിട്ട് തിരിച്ചതിൽ മനസ്സിനകത്തൊരു മനസ്സുണ്ട്, അതാണ് ഈ ഭാവന ചെയ്യുന്ന ഭാഗം. നമ്മൾ സ്വപ്നം കാണുന്ന ഭാവന ചെയ്യുന്ന ഭാഗമാണ് മനസ്സിനകത്ത മനസ്സ്. ബുദ്ധി, വിവേകമാണ് ബുദ്ധി. വേണ്ടുന്നതും വേണ്ടാത്തതും വിവേചിക്കുന്നതാണ് ബുദ്ധി. മനോബുദ്ധി അഹങ്കാര ചിത്തം, ഈഗോ ആണ് അഹങ്കാരം. ചിത്തം എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡാണ്. അവിടെ നമ്മൾ ബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെട്ട് വെരി ഫസ്റ്റായിട്ട് എടുത്ത ജന്മം തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ഷണം വരെയുള്ളത് അത്രയും അവിടെ ഫീഡഡാണ്. നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈ ദേഹത്തിൻ്റെ ഭൗതിക പരിമിതി കൊണ്ട് അതിനെ ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതവിടെ ഉണ്ട്, 100% ഉണ്ട്. അത് തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ഷണം വരെയുള്ളത്. ടൈം ആൻഡ് സ്പേസിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ? അത് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ്? അതെങ്ങനെയാണ് അതിനെ നോക്കിക്കാണും? ടൈം ആൻഡ് സ്പേസ് പല സ്ഥലത്തും പലതാണല്ലോ. അത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ യോഗവാസിഷ്ഠത്തിലെ ഒരു കഥയുണ്ട്. ഈ ഒരു സാധകൻ, ഭക്തൻ സരസ്വതീ ദേവി ഉപാസിച്ചു. അപ്പോൾ സാരസ്വത സാധനയിൽ അദ്ദേഹം മുക്തനായ ശേഷം ഭഗവതിയോട് പറഞ്ഞു, എൻ്റെ പൂർവ്വജന്മത്തെ എനിക്ക് ഒന്ന് പോകണം, ഒന്ന് കാണണം, പൂർവ്വജന്മത്തെ ദേശങ്ങളും ഒക്കെ. അപ്പോൾ പോവാം എന്ന് പറഞ്ഞിട്ട് ഭഗവതി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അത് മറ്റൊരു ഗ്രഹത്തിലായിരുന്നു. അവിടെ ഇദ്ദേഹം മരിച്ചിട്ട് പുലയാചരണം നടക്കുന്നേ ഉള്ളൂ. അപ്പം മരിച്ച് ഈ സവണ്ടീകരണം പോലും ആയിട്ടില്ല, പുലയാചരണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ടൈമും സ്പേസും അതാണ്. ഇദ്ദേഹം ഇവിടെ വന്ന് ജനിച്ചു, ഭഗവതിയെ ഉപാസിച്ചു, മുക്തനുമായി കഴിഞ്ഞു അതിനകം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളെ യോഗീശ്വരന്മാർ പറയുന്നുണ്ട്. യോഗവാസിഷ്ഠത്തിലെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞു. അപ്പം മറ്റൊരു ഗ്രഹത്തിൽ മറ്റൊരു ഡയമെൻഷനാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഒക്കെ ഉള്ളതുകൊണ്ടും തിരക്കുകളുള്ളതുകൊണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ തോന്നുന്നു. ഈ കൽക്കി ഇനി അവതരിക്കുമോ, അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ ഒരു സങ്കല്പം? അല്ല, ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് അത് പറഞ്ഞത് സംഭവിക്കാതിരിക്കാൻ തരമില്ലല്ലോ. അതായത് ഇപ്പോൾ രാമ അവതാരത്തിൻ്റെയും കൃഷ്ണാവതാരത്തിൻ്റെയും ഒക്കെ ഭൗതികമായ തെളിവുകൾ തന്നെ, അതായത് അയോധ്യ, മധുര, ദ്വാരക ഇത്യാദി വിഷയങ്ങൾ, വിശേഷിച്ച് കൃഷ്ണാവതാരം 5000 വർഷം മുമ്പ് മാത്രം സംഭവിച്ചതായതുകൊണ്ട് അതിൻ്റെ ഭൗതികമായ തെളിവുകൾ ഈ പറയുന്ന സയൻസിൻ്റെ ദൃഷ്ടിയിൽ തന്നെ എമ്പാടും ധാരാളമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാസൻ കൃഷ്ണൻ വരെ പറഞ്ഞത് സംഭവിച്ചുവെങ്കിൽ 4 ലക്ഷം വർഷത്തിനൊരു 5000 വർഷം കുറേ 4 ലക്ഷം വർഷം കഴിഞ്ഞിട്ട് ഖഡ്ഗി വരും. ഖഡ്ഗി എന്നാണ് ശരിക്കും പേര്. അതാണ് കൽക്കിന്ന് ഒന്ന് വഴിമാറ്റം ചെയ്ത് പറയാം. ഖഡ്ഗി വരും എന്ന് പറഞ്ഞതിനെ അവിശ്വസിക്കേണ്ട കാര്യം ഇപ്പം കഴിഞ്ഞ വരെ പറഞ്ഞതെല്ലാം സംഭവിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് അവതാരത്തിൻ്റെ എന്തായിരിക്കും അവതാര ലക്ഷ്യം? അതോട് കൂടിയിട്ട് സത്യയുഗം ആരംഭിക്കുകയാണ്. അത് അടുത്ത ചക്രത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം, കലി, ഇങ്ങനെയല്ലേ അതിൻ്റെ ഒരു ചക്രം. ആ ചാക്രികതയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് ഖഡ്ഗിയുടെ വരവോട് കൂടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വിലപ്പെട്ട സമയം അനുവദിച്ചു തന്നതിന് ഇത്രയും അധികം എൻ്റെ സംശയം കൂടെ ഞാൻ ചോദിച്ചത്. ആയിക്കോട്ടെ. എനിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരികയും മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ്. നേരിട്ട് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. വളരെ വളരെ നന്ദി. ആയിക്കോട്ടെ.